നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിന്റെ പ്രത്യേക എഡിഷനിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മസ്ജിദ് പൊളിച്ചു, കേസും പൊളിച്ചു. ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് പലരും ചിന്തിച്ചിരുന്നു, കൂട്ടത്തിൽ ഞാനും. മസ്ജിദ് ധൂളികളായി മാറിയിട്ട് 28 വർഷം തികയുകയാണ്. മത നിരപേക്ഷതയ്ക്ക് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയ്ക്ക് കൂടിയാണ് കനത്ത പ്രഹരം ലഭിച്ചിരിക്കുന്നത്. 992 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് സാക്ഷിയായപ്പോൾ ഞാൻ എഴുതിയ വാർത്താശകലത്തിന് കുറച്ചുകൂടി പ്രവചന സ്വഭാവം കൈവന്നിരിക്കുന്നു. മതേതര ഭാരതത്തിൻ്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയാണോ അയോധ്യയിലേക്ക് പോകുന്നതെന്ന് ഡിസംബർ 6 പ്രഭാതത്തിൽ നനച്ചിരുന്നില്ല എന്നാണ് ഞാൻ വാർത്തയിൽ എഴുതിയിരുന്നത്. ഇന്ത്യൻ മതേതര അടിത്തറയെ കുലുക്കിയ ഹീനമായ കുറ്റകൃത്യമെന്ന് സുപ്രീം കോടതി പോലും ചൂണ്ടിക്കാട്ടിയ സംഭവത്തിന് ഇനി ആരും പഴി കേൾക്കേണ്ട. മസ്ജിദോ? ഏത് മസ്ജിദ്? തകർത്തെന്നോ? ആര് തകർത്തു എന്ന് ചോദിക്കുന്ന സാഹചര്യമാണിന്ന്. മസ്ജിദ് തകർത്തത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടല്ലെന്നും ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും CBI പ്രത്യേക കോടതി വിധിച്ചു. പള്ളി തകർത്തത് പെട്ടെന്നുണ്ടായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ആസൂത്രിതമായ ഒരു പ്രക്രിയയുടെ അടിസ്ഥാനത്തിലല്ല. ബാബറി പള്ളി എന്നത് തകർച്ചയുടെ അല്ലതല്ലെങ്കിൽ മതേതരത്തിൽ ഏറ്റ കളങ്കത്തിൻ്റെ കറയാണ്. ആ കറയ്ക്ക് ഒരു ഉത്തരവാദിയെയും ഇന്ന് രാജ്യം കണ്ടെത്തിയിട്ടില്ല. ഇത് സൃഷ്ടിക്കുന്ന വലിയൊരു ശൂന്യതയെക്കുറിച്ചാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM നേതാവും മുൻ MP-യുമായ NN കൃഷ്ണദാസ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, BJP വക്താവ് PR ശിവശങ്കർ, അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാജി ജോസഫ്, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ. ചർച്ചയ്ക്ക് നിദാനമായി ഏതാനും ചോദ്യങ്ങൾ ഞങ്ങൾ എടുത്ത് മുമ്പോട്ട് വെക്കുകയാണ്. ബാബറി ദുരന്തം ഒരു അസംബന്ധമായി രൂപം പ്രാപിക്കുന്നുവോ? ജനങ്ങളുടെ വിശ്വാസം നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേൽ ഇനി അസ്തമിക്കുമോ? മതനിരപേക്ഷ ഇന്ത്യയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എന്തൊക്കെയാണ്? തിരുത്തൽ ശക്തിയായി മേൽക്കോടതികൾക്ക് മാറാൻ കഴിയുമോ? പ്രതീക്ഷകളും സന്ദേഹങ്ങളും ഉൾപ്പെടുന്ന ചോദ്യങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ചില തലവാചകങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. പള്ളി തകർത്തത് ആൾക്കൂട്ടമെന്ന് CBI കോടതി. ഗൂഢാലോചനയില്ല, മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കേസ് തെളിയിക്കുന്നതിൽ CBI പരാജയപ്പെട്ടതായും കോടതി. മതേതര ജനാധിപത്യ രാജ്യമെന്ന ഇന്ത്യയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുന്ന വിധിയെന്നും CBI ഉടൻ അപ്പീൽ നൽകണമെന്നും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ. സംസ്ഥാനത്ത് ഇന്ന് 8830 പേർക്ക് രോഗബാധ, ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക്. 99 ജില്ലകളിൽ രോഗികളുടെ എണ്ണം 500-ലേറെ. 7695 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. CBI കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ചൂണ്ടിക്കാട്ടി ലൈഫ് മിഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. CBI കോടതിയിൽ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യം. ഇതൊക്കെയാണ് ഇന്നത്തെ തലവാചകങ്ങൾ. ചർച്ചയിലേക്ക് പോകുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാജി ജോസഫ്, ഇന്ത്യയുടെ പ്രയാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമെന്ന് പലരും പറയുന്നു. എങ്ങനെ കാണുന്നതിന്? ബ്രിട്ടാസ്, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം പൊളിച്ചെഴുതേണ്ട ദിവസം നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. മതേതരത്വം എന്ന് പറയുന്ന വലിയ ആദർശത്തിലൂന്നി നിൽക്കുന്ന ഈ രാജ്യം ഇന്ന് എനിക്ക് തോന്നുന്നത്
ആ ഒരു ആദർശത്തിൻ്റെ ആവശ്യം ഇനി ഈ ഇന്ത്യയിലുണ്ടോ എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ചർച്ചയാക്കേണ്ടതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നു. ഇന്നത്തെ നമ്മൾ കണ്ട ഈ വിധി ഇവിടെ ന്യായത്തിന് വേണ്ടിയുള്ള പൊതുസമൂഹത്തിൻ്റെയും ഇന്ത്യയെ നയിക്കുന്നവരുടെയും ഒക്കെ ദാഹം അവസാനിച്ചോ എന്നൊരു വലിയ ചോദ്യം നമുക്ക് മുമ്പിൽ അവശേഷിക്കുകയാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് കൊട്ടിഘോഷിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ മതേതരത്വ സ്വഭാവത്തെ മറ്റെന്തിനൊക്കെയോ ചില രാഷ്ട്രീയ സാമൂഹിക താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയറവ് പറയുന്നോ എന്നൊരു ചോദ്യം നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ല ഷാജി, ഈ വിധി ഷാജി പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ഈ വിധി ഞാൻ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രകാശ്, ഇങ്ങനെയൊരു വിധി യാതൊരു വിധ ലോജിക്കിനും ചേരാത്ത പ്രസ്താവനകൾ ഉൾക്കൊള്ളുന്ന ഒരു വിധി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയാതെ ഈ സായങ്കാലങ്ങളിൽ ടെലിവിഷനിലേക്ക് ചേക്കേറുന്ന പ്രേക്ഷകർക്ക് ഇതെന്താണ് ഈ വിധി എന്നൊന്ന് പറയണം. എനിക്ക് രശ്മിതയിലേക്കും അതുപോലെ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്കും പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. എന്താണ് ഈ കോടതി വിധി? എന്താണ് കോടതി ഇന്ന് പറഞ്ഞത് നോക്കാം നമുക്ക്. എന്താണ് കോടതിയുടെ പ്രസക്തമായിട്ടുള്ള വിധിയിൽ പറഞ്ഞിരിക്കുന്നത്? മസ്ജിദ് തകർത്തത് മുൻകൂട്ടി ആസൂത്രണം നടത്തിയതാണെന്ന് തെളിവില്ലെന്ന് പ്രത്യേക കോടതി ജഡ്ജി എസ്.കെ. പ്രസാദ്. എസ്.കെ. യാദവാണ് പേര്, കേട്ടോ. സുരേന്ദ്രകുമാർ യാദവ്. പള്ളി തകർത്തത് പെട്ടെന്നുണ്ടായ വികാരത്താൽ അക്രമം നടത്തിയത് സാമൂഹ്യ വിരുദ്ധർ, ഇൻവെർട്ടർ കോമ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്വാനിയും ജോഷിയും ശ്രമിച്ചത് ജനക്കൂട്ടത്തെ തടയാൻ. ശ്രദ്ധിക്കുക, യഥാർത്ഥത്തിൽ അവരൊരു വലിയൊരു പുണ്യകർമ്മമാണ് അവർ ചെയ്തത്. ഇതാണ് ഈ പറഞ്ഞ കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട സംഭവം. ഇനി എന്താണ് CBI കുറിച്ച് കോടതി പറഞ്ഞത്? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് CBI കുറിച്ച് പറഞ്ഞത് നോക്കുക. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളില്ല. CBI ഹാജരാക്കിയ ദൃശ്യങ്ങൾ ആധികാരികമല്ല. ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ ഒറിജിനലല്ല. കേസ് തെളിയിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു. തെളിവുകൾ ഹാജരാക്കുന്നതിലെ നടപടിക്രമം CBI പാലിച്ചില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് ഒരു പ്രൊസീജിയർ പാലിക്കാൻ പറ്റിയില്ല എന്ന് ഒരു സാധാരണ കോടതി, CBI കോടതി പറയുന്നു, സ്പെഷ്യൽ കോടതി. ഇതൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്. അതായത് എവിഡൻസ് ഇല്ല, ഇത് പ്രീ പ്ലാൻഡ് അല്ല. മാത്രമല്ല, സമർപ്പിച്ച തെളിവുകൾ വിഷ്വൽസിൻ്റെയും ഓഡിയോയുടെയും ഒക്കെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. സാമൂഹ്യ വിരുദ്ധരാണ് ഇതിനൊക്കെ കാരണം. അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെ തടയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, ലീഗൽ ഫ്രട്ടേണിറ്റിയിലുള്ള അങ്ങ് എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കേണ്ട ആൾക്കാരാണ് നിങ്ങളെപ്പോലുള്ള അഭിഭാഷകർ. നിങ്ങളെ ആശ്രയിച്ചാണ് ഞങ്ങളുടെ നീതിന്യായ മേഖല നിൽക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വിശ്വാസം തുടർന്നും കൊണ്ടുപോകണോ എന്നാണ് നമ്മുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. എങ്ങനെയാണ് രശ്മി ഇതിനെ കാണുന്നത്? വാസ്തവത്തിൽ വളരെയധികം നിരാശ തരുന്ന ഒരു വിധിന്യായമാണ് ഇന്ന് വന്നത്. എങ്കിലും ലോയ മുതൽ അയോധ്യയുടെ സിവിൽ കേസ് വരെയുള്ള ജഡ്ജ്മെന്റുകൾ കേട്ട ആളുകൾ എന്നുള്ള രീതിയിൽ ഒട്ടുമേ അമ്പരപ്പിക്കുന്നില്ല, ഒട്ടുമേ നമ്മളെ ഞെട്ടിക്കുന്നില്ല. മറിച്ചൊരു വിധിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി അമ്പരപ്പുണ്ടാകും. അതായത് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഒക്കെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധിന്യായമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി അമ്പരപ്പ് നമുക്കുണ്ടാകുമായിരുന്നു. പക്ഷെ അപ്പോഴും ഇത്രത്തോളം മോശമായ ഒരു വിധിന്യായം ആയി പോകും എന്ന് നാം വിശ്വസിച്ചിരുന്നില്ല. കാരണം
നവംബർ 9, 2019 സുപ്രീം കോടതിയുടെ സിവിൽ കേസിലെ വിധിന്യായം തന്നെ പറയുന്നത് പള്ളി പൊളിച്ചത് തെറ്റാണ് എന്നും ഇതിനകത്ത് അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും റെസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണമെന്നുമാണ്. 2017 അദ്വാനി അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള കോൺസ്പിറസി ചാർജസ് റെയിൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് രോഹിൻടൻ നരിമാന്റെ ബെഞ്ചിട്ട വിധിന്യായം പിന്നെ എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഓരോ സമയം ഇപ്പൊ ഡോക്ടർ ഫസൽ ഗഫൂറൊക്കെ ഈ പാനലിലുണ്ട്. അതുകൊണ്ട് പറയണം, അദ്ദേഹം പറയുവാൻ പോകുന്ന ഇതുകൊണ്ട് സമാധാനം ഉണ്ടാകും എന്നാണ്. കേവൽ ചങ്കി ഹേ കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് അതിന് മറുപടിയായി പറയുവാനുള്ളത്. അതിന് തെളിവുമുണ്ട്. ഇന്ന് ലക്നൌവിലെ CBI കോടതിയുടെ വിധിന്യായം പോലെ മധുരയിലെ സിവിൽ കോടതിയുടെ ഒരു വിധിന്യായവും വന്നിട്ടുണ്ട്. അവിടെ കൊടുത്തിരുന്ന ഒരു ഹർജി മധുരയിലെ ക്ഷേത്രത്തിൽ നിന്ന്, അതിന്റെ പരിസരത്തു നിന്ന് ഈദ്ഗാഹ് പള്ളി മാറ്റണം, കാരണം ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സിവിൽ കോടതി അത് 1991 ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 4 അനുസരിച്ച് അത് തള്ളുകയുണ്ടായി. പക്ഷെ ഇതിന് മേൽ കോടതികളുണ്ട്. നമുക്ക് ഹിന്ദു വിശ്വാസം അനുസരിച്ച് 33 കോടി ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങൾക്കൊക്കെ ഓരോ സ്ഥലങ്ങൾ ഇവർ ജന്മസ്ഥലങ്ങളായിട്ട് അവകാശവാദം ഉന്നയിച്ച് വരികയാണ് എങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പഞ്ചായത്ത് പോലും മിച്ചമുണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ്. ഇത് നമ്മളെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. 1992 ഡിസംബർ 6 മാനസ് നിവാസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ വെച്ച്, കാരണം താങ്കളുടെ കൈരളി ഓൺലൈനിൽ വന്നിരുന്ന ആ റിപ്പോർട്ട് ഞാനും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ആ മാനസ് നിവാസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് നിങ്ങൾ കണ്ട കാഴ്ച എന്താണ്? നിങ്ങൾ കണ്ട കാഴ്ച തീർച്ചയായിട്ടും ഇതായിരിക്കും. രാംകഥ കുഞ്ച് മഞ്ച് എന്ന് പറയുന്ന ബാബറി പള്ളിയിൽ നിന്ന് 200 ഫീറ്റ് അകലെ മാത്രമുള്ളതിൽ നിന്ന് അദ്വാനി കൈ ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ അങ്ങനെ ഇലക്ട്രിക് ചാർജ് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ബാബറി പള്ളി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ദിർ വഹാം ബനായേഗ എന്ന്, സോംനാഥ് ഓർ പട്ടേൽ എന്നും അദ്വാനി ഓർ അയോധ്യ എന്നും പറഞ്ഞുകൊണ്ട് സോംനാഥ് ക്ഷേത്രത്തിൽ നിന്നാണ് ആ രഥയാത്ര തുടങ്ങിയത് തന്നെ. പിന്നീട് മൈ ലൈഫ് മൈ കൺട്രി എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ അദ്വാനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനഃപൂർവ്വമാണ് സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ആ രഥയാത്ര തുടങ്ങിയതെന്ന്. കാരണം 1665 ഔറംഗസീബ് ഡിമോളിഷ് ചെയ്തിരുന്ന ഔറംഗസീബ് തകർത്ത ആ അമ്പലം അത് പുതുക്കി അണിയുവാനായിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ വഞ്ചകരായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് പട്ടേൽ അടക്കമുള്ളവർക്ക് എങ്ങനെ സാധിച്ചുവോ അതേ വികാരം, അതേ അനലോജി അയോധ്യയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണമായിരുന്നു എന്നാണ്. 1988 കേദാർനാഥ് കേസിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കോൺസ്പിറസി എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കൂടിയിരുന്ന് ഉപജാപം തീർക്കുന്നതിലല്ല തീരുമാനിക്കപ്പെടുന്നത്, മറിച്ച് ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് സ്കീം തയ്യാറാക്കിയത് എന്നതിനെ അനുസരിച്ചാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സ്കീമിന്റെ പിറവി എന്നാണ് 1980 BJP ഫോം ചെയ്തതിന് ശേഷം 1984 തന്നെ ലാൽ കൃഷ്ണ അദ്വാനി അവിടെ രാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും അതിനെ തുടർന്ന് 2 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം BJPയുടെ പ്രസിഡന്റായി മാറുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങൾ തന്നെ എത്രത്തോളം രശ്മിത തിരിച്ചു വരാം. എന്താ കാരണം വെച്ചാൽ രശ്മിതയ്ക്ക് പറയാനുള്ളതെല്ലാം ഒരുപക്ഷെ നമുക്ക് 2 മണിക്കൂർ സമയമുള്ളതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടതുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരുപാട് പോയിന്റ് ഉണ്ട്. പക്ഷേ രശ്മിത പറഞ്ഞൊരു വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. അതായത് ഒരുമിച്ചിരുന്ന് കുറേ ആൾക്കാർ ചർച്ച ചെയ്താൽ മാത്രമല്ല ഗൂഢാലോചനയാകുക. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് പേർ മുമ്പോട്ട് പോയാൽ അത് ഒരു ഗൂഢാലോചനയാണ്. അതിനിടയ്ക്ക് രശ്മിത ഡോക്ടർ ഫസൽ ഗഫൂറിനെ ഒന്ന് തോണ്ടിയിരുന്നു. ആ തോണ്ടൽ എങ്ങനെയായിരുന്നു? ഡോക്ടർ ഫസൽ ഗഫൂർ എല്ലാം സമാധാനത്തിൽ കലാശിച്ചു, നമുക്ക് വേണ്ടത് സമാധാനം എന്ന് നിങ്ങൾ പറയും എന്നാണ് അഡ്വക്കേറ്റ് രശ്മിത പറഞ്ഞത്. സമാധാനമാണോ താങ്കൾക്കുള്ളത് ഇപ്പോൾ? They were not the Ides of March nor the Ides of April, but beware the fury of a patient man. ഈ ഒരു വിഷയത്തിൽ മാത്രമുള്ളൂ പേഷ്യൻസ്, ഈ ഒരു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് കൊണ്ടുകൊണ്ട് നടക്കണം, ഓക്കെ ഇവിടെ വെച്ച് തീർക്കുക. കാശി മധുര ബാക്കി ഹേ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇവിടുത്തെ ഒരു സെക്യുലർ പാർട്ടികളും വിട്ടുകൊടുക്കാൻ പോണില്ല.
പിന്നെ വെറുതെ തെറ്റായ ധാരണയൊന്നും വേണ്ട. 33% പോകും. അലൈസ് ആണ് ഇപ്പൊ ആരുമില്ല. അകാലിദളും പോയി, ശിവസേനയും പോയി, എല്ലാവരും പോയി. ആകെ 11 വലിയ സംസ്ഥാനമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 12 സംസ്ഥാനം പ്രതിപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡിന്റെ കാലഘട്ട സമയം നോക്കിക്കൊണ്ട് കർഷകർക്ക് നേരെയും അതേമാതിരി തന്നെ തൊഴിലാളികൾക്ക് നേരെയും അതുമാതിരി പലതും ഞാൻ അതെന്നെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ നടത്തുന്നുണ്ട്. അതിനൊക്കെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയമായിട്ടുണ്ട്. എമർജൻസിയിൽ ചെറിയ കാര്യത്തിന് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഇത്രയും രൂക്ഷമായി പ്രതികരിച്ച ആൾക്കാർ ഇപ്പൊ എന്താ പ്രതികരിക്കാത്തതെന്നാണ് എന്റെ ഒരു ഡൗട്ട്. എമർജൻസി കാലത്ത് നമുക്കറിയാം ചിമൻഭായ് പട്ടേലിന്റെ അഴിമതിക്കെതിരെ ആ അഴിമതി വിഷയം മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. താങ്കൾ ഈ വിധിയെ കുറിച്ചൊന്ന് പ്രതികരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നഷ്ടപ്പെട്ടിരിക്കുന്നത് അതാണ് എന്റെ മറുപടി. രശ്മിത, എന്റെ പ്രശ്നമല്ല, ഞാൻ ഇപ്പോഴും വരുന്നുണ്ടല്ലോ. അല്ല, കേക്ക് ഒന്ന് ചോദിക്കട്ടെ. ഞാൻ ആവശ്യപ്പെട്ട് വന്നാണ് അവിടെ സംസാരിക്കാൻ. ഞാൻ നേരത്തെ ഫോൺ ചെയ്ത് ചോദിച്ചാണ് ഞാൻ വരുന്നു പറഞ്ഞിട്ട് അല്ലേ. അപ്പോ ഞാനിതിന്ന് പിൻവാങ്ങി പുറത്ത് നിൽക്കല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഈ വിഷയം മാത്രം കോടതി ജഡ്ജ്മെന്റുകൾ അംഗീകരിക്കും എന്ന് മുസ്ലിം സമുദായം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പേഷ്യൻസ്, അതാ ഞാൻ പറഞ്ഞത്, പേഷ്യന്റ് മാനെ പറ്റി പറഞ്ഞത്, അത് ഇറ്റ് ഇസ് റണ്ണിങ് ഡ്രൈ. എന്താ കാരണം എന്ന് പറഞ്ഞിട്ടെ, ഇപ്പൊ ഈ ഒരു വിഷയമല്ല, ഇതിനു മുമ്പ് തന്നെ മുത്തലാഖ് വിഷയം, അതിനു മുമ്പ് കാശ്മീരിന്റെ വിഷയം, അങ്ങനെ ഇപ്പൊ കാശ്മീരിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കാർക്കും വലിയ പ്രത്യേക താല്പര്യമൊന്നുമില്ല. കാശ്മീരി മുസ്ലിമുകളെ ഇന്ത്യൻ മുസ്ലിമുകളുടെ ഭാഗമായിട്ട് കാണുന്ന ഒരാൾ പോലും അല്ല ഞാൻ. അപ്പൊ അത് എന്റെ പ്രശ്നം കിടക്കുന്നത് മിസോറാമിനെ പറ്റിയിട്ട്, മണിപ്പൂരിനെ പറ്റിയിട്ട്, മേഘാലയെ പറ്റിയിട്ട്, അവരെയൊക്കെ അവിടെ പാസ് ഇന്നർ മറ്റെന്താണ് പറയാ ഇന്നർ കൺട്രി പാസ് എന്ന് പറഞ്ഞിട്ടുള്ള പാസ് നമുക്ക് അവിടെ എല്ലായിടത്തും വേണം. ഇവിടെ അവിടെ ഭൂമിയാകാൻ പറ്റില്ല, ഇവിടെ ഭൂമിയാകാൻ പറ്റില്ല. സെലക്റ്റീവായിട്ട് കാശ്മീരിനെ പിടിച്ചത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഒരു വർഗീയ സെറ്റപ്പ് നിലനിൽക്കുമ്പോൾ CAA-ക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മളെല്ലാവരും മുന്നിലുണ്ടല്ലോ. CPM അടക്കമുള്ള നമ്മളെല്ലാവരും മുന്നിലുണ്ട്. അപ്പോ ആ നിലക്ക് ഈ വിഷയത്തെ നമ്മൾ അങ്ങനെ വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് കാണുന്നത്. കാശി മധുരയും വളരെ ഗൗരവപൂർവ്വമായിട്ടാണ് കാണുന്നത്. അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞപ്പോ എന്താണെന്ന് ഞങ്ങൾ കുറച്ച് സഹനശക്തി കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞാൽ ഒന്നാമതിനെ 10-20 കോടിയുണ്ട്. അതിനൊരു ലീഡർഷിപ്പും ഇല്ല, അതിനൊരു സെറ്റപ്പും ഇല്ല. ഇതൊക്കെ വളരെ തെറ്റായ ഒരു തോന്നലാണ്. ഇതൊരു വോട്ട് ബാങ്ക് ആണെന്ന് ഒരുമിച്ചിട്ട് CPM-ന് വോട്ട് ചെയ്യും, അടുത്ത ഇലക്ഷൻ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. അതൊരു ഡയറക്ഷൻ ഇല്ലാത്തൊരു കമ്മിറ്റിയാണ്. അപ്പൊ ഞങ്ങളുടെ ചെറുപ്പക്കാര് അനാവശ്യ വഴികളിൽ പോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അങ്ങനെ തേടി പോകും. വളരെ പ്രസക്തമായിട്ടുള്ള ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ വാക്കുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. എനിക്ക് എൻ്റെ സ്നേഹിത ബിന്ദു കൃഷ്ണനിലേക്ക് വരണ്ട. ബിന്ദു, അതായത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ കോൺഗ്രസിനെ കൂടി ടാഗ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. അത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷാജി ജോസഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എപ്പോഴും ടാഗ് ചെയ്യും. ഇന്നത്തെ വിധിയെ ബിന്ദു എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഇന്നത്തെ സ്പെഷ്യൽ കോർട്ട് വിധി എന്ന കാര്യത്തിൽ മതേതര മനസ്സുള്ള ഒരു ഭാരതീയനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദത്തിനേറ്റ കനത്ത പ്രഹരമാണ്. അവിടെ കോൺഗ്രസിനെ ടാഗ് ചെയ്ത് പറയുക എന്നുള്ളത് ഇടതുപക്ഷം ഒരു കലയായി എല്ലാ കാലത്തും അങ്ങനെ തന്നെ തുടരും. ഷാജി ജോസഫ് എന്നുള്ള മാധ്യമപ്രവർത്തകൻ, എനിക്കറിയില്ല അദ്ദേഹം ഏത് പക്ഷാണെന്ന് എനിക്കറിയില്ല. അല്ല, മാധ്യമപ്രവർത്തകർ ശ്രീ ജോൺ ബ്രിട്ടാസ് മാധ്യമപ്രവർത്തകനാണ്. ബിന്ദു ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. അല്ല മാധ്യമപ്രവർത്തകനാണ് എന്ന വിശേഷണം കൊടുത്തത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. എല്ലാ പക്ഷക്കാരും മാധ്യമപ്രവർത്തകർ. ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കാൻ RSSനോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ അത്തരം നിലപാടുകളെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ ഇടതുപക്ഷമോ കോൺഗ്രസോ വേറൊന്നും അല്ല ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ടത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒരു ക്രിമിനൽ കുറ്റമായി പറഞ്ഞ ഇന്ത്യയുടെ റൂൾ ഓഫ് ലോ നിയമവാഴ്ച തകർത്ത ഒരു സംഭവമായി വിലയിരുത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വിചാരണ കോടതി പറയുന്നു ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ജനകോടികളുടെ മുന്നിലാണ് ഈ ശിലാന്യാസവും അതുപോലെ തന്നെ ഈ പള്ളി തകർക്കലും നടന്നത്. മാലോകരെല്ലാം ഈ അന്നത്തെ പരിമിതമായ വാർത്താവിനിമയ സൗകര്യങ്ങളിലാണ് എങ്കിൽ പോലും നമ്മളെല്ലാവരും ദൃക്സാക്ഷികളായിരുന്നു.
അതോടൊപ്പം തന്നെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ, പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒക്കെ നേതാക്കൾ, വിവിധങ്ങളായ ഹൈന്ദവ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാർ, ഇവരുടെയൊക്കെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ, ശ്രീ അദ്വാനി നയിച്ച രഥയാത്ര, സമഷ്ടിപൂരിൽ തടഞ്ഞതുൾപ്പെടെയുള്ള വിവിധ 84 നടന്ന രഥയാത്ര, ഈ 91 നടന്ന രഥയാത്ര, ഈ രഥയാത്രകളൊക്കെ കണ്ടവരാണ് നമ്മൾ. അതിലൊക്കെ അവർ പറഞ്ഞു വെച്ച് ഇതിനിടയിൽ നടന്ന ഓരോ കാലഘട്ടത്തിലും ഈ ഇതിനെക്കുറിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് മാത്രമല്ല, ബാബറി മസ്ജിദ് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ, രാമക്ഷേത്രം നിർമ്മിച്ചാൽ മതി, അത് എവിടെയും നിർമ്മിക്കാം, അതല്ല വേണ്ടത്. ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ച് അവർ വളരെ പ്രകോപനപരമായി പറഞ്ഞുവെങ്കിലും കോടതി അത് കേട്ടില്ല. സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ കോടതി ഗൗനിച്ചില്ല. അതോടൊപ്പം തന്നെ കോടതി വിധിയിൽ ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന് ഏറ്റ മുറിവാണെന്നും അതുകൊണ്ട് തന്നെ അത് ആ മുറിവുണക്കുവാൻ അപ്പീലിന് പോകാൻ തയ്യാറാകണമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് വളരെ സുവ്യക്തം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷാജിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ ബാബറി മസ്ജിദുമായിട്ട് കോൺഗ്രസിനെ ടാഗ് ചെയ്യുന്നതിനോടുള്ള വിയോജിപ്പും ബിന്ദു കൃഷ്ണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്നേഹിതൻ PR ശിവശങ്കറിന് ഇന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞ വിജയ ദിവസമാണ്. ശിവശങ്കർ, ലഡു കഴിച്ചോ? ലഡു വിതരണം ചെയ്തോ? എന്താ സംഭവിച്ചത്? എനിക്ക് ഇത്തിരി ഷുഗർ ഉള്ള കാരണം ഞാനിപ്പോൾ ലഡു കഴിക്കാറില്ല. അല്ല, വിജയ ദിവസമല്ലേ? ഞാനതിൻ്റെ ഒരു സാങ്കേതികമായി പറഞ്ഞാണ്. വിജയ ദിവസമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇത് സത്യത്തിൻ്റെ വിജയമാണ്, ധർമ്മത്തിൻ്റെ വിജയമാണ്. അത് കോടതി വിധി തിരിച്ചായാൽ അതിനെയും ഞങ്ങൾ മേൽക്കോടതിയിൽ അതിനെ കൂടുതൽ നല്ല വിധിയിലേക്ക് വേണ്ടി ശ്രമിക്കും. അല്ലാണ്ട് ഇതൊരു വിധിയുടെ വിജയമായിട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഒരു കോടതിയുടെ വിധി അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു വിധിയായി ഞങ്ങൾ കാണുന്നു. അതൊരു വിജയമായിട്ടൊന്നും കാണുന്നില്ല. അത് എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യമാണ്. ജനങ്ങളുടെ കോടതിയിൽ ഇതിനു മുൻപേ പലവട്ടം വിജയിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ അമിതമായ ഒരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ വിജയത്തിൻ്റെ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. ഇതൊരു സാധാരണ വിധി പോലെ ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് കുറച്ചുകൂടി തിളക്കമേറുന്ന ഒരു കോടതി വിധി. അതിലപ്പുറം ഒന്നും കാണുന്നില്ല. എന്തൊരു എളിമയോടെയാണ് ശിവശങ്കർ ഈ വിധിയെ ഏറ്റുവാങ്ങുന്നത്. എന്തൊരു മോഡസ്റ്റാണ്. NN കൃഷ്ണദാസ്, തൊട്ടു മുമ്പ് ബിന്ദു കൃഷ്ണ പറഞ്ഞിരുന്നു, താങ്കൾ ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ ബാബറി മസ്ജിദിനെ മുൻനിർത്തി കോൺഗ്രസിനെ ടാഗ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. സത്യം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു വശത്ത്. 2, ഇന്നത്തെ കോടതി വിധി. ഈ കോടതി വിധിയെ എങ്ങനെ താങ്കൾ കാണുന്നു? 2, ബിന്ദു കൃഷ്ണ പറഞ്ഞ കാര്യത്തോട് എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നു? 2 കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട ബ്രിട്ടാസ്, ഞാൻ ഒരു കാര്യം ഈ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഓർക്കുന്നത്, 28 കൊല്ലം മുമ്പ്, അന്ന് നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊന്നും സജീവമാവാത്തൊരു കാലത്ത് താങ്കളെപ്പോലെ പരിണിതപ്രജ്ഞനായിരുന്നു. അന്ന് താങ്കൾ ഇതിനേക്കാളും യൗവനയുക്തനായിരുന്നു, ഇപ്പോഴും ആണ്, എന്നാൽ ഇതിനേക്കാളും യൗവനയുക്തനായിരുന്ന ഒരു കാലത്ത് നിങ്ങൾ ഈ സംഭവം അയോധ്യയിൽ നിന്ന് ഇത് സംഭ്രമജനകമായ സ്തോഭജനകമായ വാർത്തകൾ എഴുതിയിരുന്നത് വായിച്ച ഓർമ്മ ഞാൻ പുതുക്കിക്കൊണ്ട് പറയട്ടെ. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ ചാനൽ മുറികളിൽ ഇരുന്ന് പുസ്തകം തപ്പിയതല്ല, നിങ്ങൾ ആ ഫീൽഡിൽ നിന്ന് അന്നത് റിപ്പോർട്ട് ചെയ്ത സ്തോഭജനകമായ ആ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാക്കുകൾ ഞാൻ അനുസ്മരിച്ചു കൊണ്ട് പറയട്ടെ. ഇന്നത്തെ ലക്നോ CBI കോടതിയുടെ വിധി പരിഹാസ്യമായ പ്രഹസനം, അതാണ് ഞാൻ അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. വളരെ വളരെ അത്യന്തം പരിഹാസ്യമായ പ്രഹസനമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരപ്രവർത്തനമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയെ കൊന്നതാണ്. മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം ബാബറി മസ്ജിദ് പൊളിച്ചതാണ്. അതിനുശേഷമുള്ള സംഭവങ്ങളുടെ നാൾവഴികൾ മുഴുവൻ നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട് അധികം സമയമെടുത്ത് ഒരാൾ തന്നെ ദീർഘസമയം പ്രസംഗിക്കുന്നത് അഭംഗിയായതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എന്നാൽ ചെറിയ ചെറിയ ചരിത്രത്തിൻ്റെ ചില പ്രധാന മുഹൂർത്തങ്ങൾ, അതിൻ്റെ നാൾവഴികളുടെ മുഹൂർത്തങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ടത് ചരിത്രത്തോട് നമ്മൾ ചെയ്യുന്ന നീതിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അയോധ്യയിലേക്ക് കർസേവകർ ഒഴുകിയെത്തി എല്ലാ തരത്തിലുള്ള നീതിന്യായ നിയമസംഹിതകളെയും വെല്ലുവിളിച്ചുകൊണ്ട്, ക്രമസമാധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കർസേവകർ അത് പൊളിക്കും എന്ന് പ്രഖ്യാപിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു
അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയോത്ഗ്രഥന സമിതിയുടെ യോഗം ചേർന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ അന്ന് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതിനുശേഷമാണ് ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്നത്. ചാനലുകളൊന്നും അന്നില്ല. വാർത്ത വായിച്ചിട്ടുള്ള വിവരം, ആകാശവാണി വാർത്ത കേട്ട വിവരം. അന്ന് അത്രയും സംഭ്രമജനകമായ അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ദേശീയോത്ഗ്രഥന സമിതി യോഗം ചേരുന്നു. ആ സമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത എൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് ഹർകിഷൻ സിംഗ് സൂർജിത്ത് ആയിരുന്നു. അതിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയം ബ്ലാങ്ക് ചെക്ക്, എന്ത് ചെയ്തിട്ടായാലും ശരി ഈ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷമായിട്ടുള്ള അടിത്തറ സംരക്ഷിക്കാൻ സർക്കാരിന് എല്ലാ വിധത്തിലുള്ള ബ്ലാങ്ക് ചെക്കും നൽകുന്നു. ഇതായിരുന്നു ദേശീയോത്ഗ്രഥന സമിതിയിൽ സഖാവ് സൂർജിത്ത് അവതരിപ്പിച്ച പ്രമേയം. അതിനെ എല്ലാവരും അംഗീകരിച്ചു. അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. ഇത് പൊളിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ സ്വയം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സമയത്ത് പൂജാമുറിയിലായിരുന്നു എന്ന്. 17 ഭാഷ അറിയുമായിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നത്രേ അന്നത്തെ പ്രധാനമന്ത്രി ബഹുമാനായ ശ്രീമാൻ നരസിംഹറാവു. 17 ഭാഷ വശമുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു ഭാഷയിൽ, 17 ഭാഷ വേണ്ട, അറിയുന്ന ഏതെങ്കിലും ഒരു ഭാഷയിൽ സ്റ്റോപ്പ് ഇറ്റ് എന്ന്, ഈ സ്റ്റുപ്പിഡിറ്റി ഇത് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പ്രധാനമന്ത്രി ആജ്ഞാപിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഇത് സംഭവിക്കുമായിരുന്നു. ബിന്ദു കൃഷ്ണ, ഒരു ഭാഷയിൽ 17 ഭാഷ വേണ്ട, ഒരു ഭാഷയിൽ സ്റ്റോപ്പ് ദി സബ്സിഡിറ്റി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് നിലനിൽക്കുമായിരുന്നാണ് NN കൃഷ്ണദാസ് പറയുന്നത്. താങ്കളുടെ പാർട്ടിയിലേക്ക് ഒളിയം പെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കളുടെ മുൻ നേതാവ് PV നരസിംഹറാവുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് NN കൃഷ്ണദാസ് ഇത് പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ച ദേശീയോദ്ഗ്രഥന സമിതിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന BJP നേതാവ് കല്യാൺ സിംഗ്, UPയുടെ മുഖ്യമന്ത്രി, അദ്ദേഹം എന്താണ് പറഞ്ഞിരുന്നതെന്ന് ശ്രീ കൃഷ്ണദാസ് ഇത്രയും സ്തോഭജനകമായ വാർത്തകളെക്കുറിച്ചുള്ള പത്രവാർത്തകളൊക്കെ വായിച്ച് വളരെ ഗൗരവത്തോടെ അതിലേറെ എന്താ പറയുക പ്രാധാന്യത്തോടെ ശ്രവിച്ചിരുന്ന ഇപ്പോൾ ഓർത്തെടുത്തിരിക്കുന്ന ശ്രീ കൃഷ്ണദാസ് അന്ന് കല്യാൺ സിംഗ് എന്താണ് ആ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നതെന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇന്ത്യ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൻ്റെ വളരെ കൃത്യമായ ഫാബ്രിക്കിൽ നിലനിന്നുകൊണ്ട് അന്നത്തെ UP മുഖ്യമന്ത്രി പറഞ്ഞു, ഏത് നിലയ്ക്കും ബാബറി മസ്ജിദ് എൻ്റെ ഗവൺമെൻറ് സംരക്ഷിക്കുമെന്നുള്ളത്. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ദേശീയോദ്ഗ്രഥന സമിതിയിൽ മാത്രം പറയുകയല്ല, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തും സത്യവാങ്മൂലം കൊടുത്തും അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകളെ അവിശ്വസിക്കാൻ ശ്രീ PV നരസിംഹറാവു, എൻ്റെ മുൻ നേതാവ്, അദ്ദേഹം മരണപ്പെട്ടെങ്കിലും യശസ്വരീനായ അദ്ദേഹം അവിശ്വസിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടായിരുന്നു. ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്ത് അതിന് അവിശ്വസിച്ചിരുന്നു. പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ കർസേവകർ അത് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ഇറ്റ് എന്ന് ശ്രീ നരസിംഹറാവു പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വാക്ക് കൊണ്ട് മാത്രം തീരുന്നതായിരുന്നു അത്. എന്താണ് ഷാജിക്ക് ഒരു ചോദ്യമുണ്ട്. ഷാജി, ഞാൻ ചോദിച്ചത്, PV നരസിംഹറാവു അന്തരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മോർട്ടൽ റിമൈൻസ് AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നൊരു പൊസിഷൻ, എന്നൊരു നിലപാടെടുത്തതിൻ്റെ പുറകിലെ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തായിരുന്നു ബിന്ദു കൃഷ്ണ? എന്തുകൊണ്ടാണ് നരസിംഹറാവുവിൻ്റെ ഭൗതിക ശരീരം AICC ഓഫീസിൽ പ്രദർശിപ്പിക്കണ്ട എന്ന് സോണിയാഗാന്ധി തീരുമാനിച്ചത്? AICC അങ്ങനെ സോണിയാജി തീരുമാനിച്ചോ? എനിക്കറിയില്ല. ശ്രീ ഷാജി ജോസഫ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. സാധാരണഗതിയിൽ അങ്ങനെ എന്തുകൊണ്ടായിരുന്നു? മറ്റൊന്നുമല്ല, നരസിംഹറാവുവിന്റെ ബാബറി മസ്ജിദ് മുതലുള്ള നീക്കങ്ങൾ, ബാബറി മസ്ജിദ് മുതലുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ മതേതരത്വ സ്വഭാവത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ വീഴ്ചകൾ രാഷ്ട്രീയമായി സംഭവിക്കുന്നു എന്ന ഒരു ആരോപണവും, അതോടൊപ്പം സീതാറാം കേസരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഗാന്ധി കുടുംബത്തിനെ കോൺഗ്രസിനുള്ളിൽ മാർജിനലൈസ് ചെയ്യാനുള്ള നീക്കവും നടത്തുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കമുണ്ടായത്. ബിന്ദു കൃഷ്ണ, ഷാജി ജോസഫ്, താങ്കളുടെ നിഗമനം ഈ പള്ളി പൊളിച്ച കേസ് കുറ്റമേ അല്ല എന്ന രീതിയിൽ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് താങ്കളുടെ അനുമാനങ്ങൾ കോൺഗ്രസിനെ ഒരു എന്താ പറയാ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല ഷാജി, ഒരു സെക്കൻഡ്, ഒരു പക്ഷേ നമുക്കൊരു ഈ ചർച്ചയ്ക്ക് ഒരു അലകും പിടി സമ്മാനിക്കാൻ വേണ്ടി, അതായത് ഈ ഒരു വിധി വരുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. 28 വർഷത്തെ കാത്തിരിപ്പുണ്ട്. അതിൽ സുപ്രീം കോടതി പറഞ്ഞു, എനിക്കൊന്ന് രശ്മിത അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു, എനിക്ക് രശ്മിതയിലേക്ക് പറഞ്ഞാൽ രശ്മിത ഇപ്പോഴും
ഈ പറഞ്ഞ രശ്മിതയെ പോലുള്ള അഭിഭാഷകരെ ഞങ്ങൾ ഇനി വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ ഞങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടില്ല. ആ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് പറഞ്ഞത്? 2 പ്രാവശ്യം 2000 ഞാൻ ജഡ്ജാക്കിയാലേ പ്രശ്നമുള്ളൂ. രശ്മിതനെ ജഡ്ജാക്കിയാലേ പ്രശ്നമുള്ളൂ. ജഡ്ജാക്കിയ പ്രശ്നമാണ്, വക്കീലായിട്ട് കുഴപ്പമില്ല. അപ്പൊ പ്രശ്നം ജഡ്ജ് എന്ന നിലയിൽ രശ്മിതയുടെ പെർഫോമൻസ് പ്രകടനം മോശമാകുമെന്നാണോ താങ്കൾ പ്രവചിക്കുന്നത്? അതെ അതെ, രശ്മിതൻ ചിലപ്പോ കൈവിട്ടു നമ്മുടെ കയ്യിൽ നിന്ന്. സുപ്രീം കോടതി ജഡ്ജാക്കിയാൽ ഇത് രശ്മിതയ്ക്കുള്ള കോംപ്ലിമെന്റ് ആണോ അതെയോ രശ്മിതയ്ക്കുള്ള വിമർശനമാണോ ഒന്നും എനിക്കറിയില്ല. എനിവേ, ഞാൻ രശ്മിതയിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞല്ലോ, അതായത് ഇത് സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. സുപ്രീം കോടതി അദ്വാനി അടക്കമുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിക്കണം. ഇതാണ് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള നിഗമനങ്ങൾ. മസ്ജിദ് തകർത്തത് നഗ്നമായ നിയമലംഘനം, പള്ളി തകർത്തത് ക്രിമിനൽ കുറ്റമെങ്കിലും തർക്കഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന്, ഇത് അവസാനത്തെ വിധിയാണ് 2019. പള്ളി നിർമ്മിക്കാൻ അയോധ്യയ്ക്ക് പുറത്ത് 5 ഏക്കർ. സുപ്രീം കോടതി ഈ വിഷയത്തിൽ 2017 രശ്മിത പറഞ്ഞ പോലെ ജസ്റ്റിസ് റോഹിൻഡൻ നരിമാൻ ഉൾപ്പെടെയുള്ളവരുടെ വിധി, അതായത് ഒരു ഇഗ്രേജിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണിത്. അതിനുശേഷം ഇത് 2 വർഷം കൊണ്ട് കേൾക്കണമെന്ന് പറയുന്നു. അതിനു മുമ്പ് ഈ കോൺസ്പിറസി ചാർജ് പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും. ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള വിധി നോക്കിക്കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് വേറൊരു സ്ഥലത്ത് പണിയണമെന്ന് പറഞ്ഞപ്പോൾ തന്നെയും ബാബറി മസ്ജിദ് പൊളിച്ചത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വേറൊരു വാചകം സുപ്രീം കോടതി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറക്കേറ്റ വലിയൊരു പ്രഹരമാണെന്ന് പറയുന്നുണ്ട്. രശ്മിത, ഇത്രയൊക്കെ ഒരു പരമോന്നത നീതിപീഠം പറഞ്ഞിട്ട് വളരെ താഴെയുള്ള ഒരു കോടതി ഇതുപോലൊരു ജഡ്ജ്മെന്റ് നടത്തി എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ അമ്പരിപ്പിക്കുന്നത്. അതിൽ വലിയൊരു കാര്യം സുപ്രീം കോടതി ഈ കേസിൽ ചെയ്തിരുന്നു. അത് ഈ ടൈറ്റിൽ സ്യൂട്ടിലാണ്. ഇന്ത്യയുടെ നീതിന്യായ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിക്കിൾ 142 ഇൻവോക്ക് ചെയ്തുകൊണ്ട് ജഡ്ജിന്റെ റിട്ടയർമെന്റ് പോലും മാറ്റിവെക്കേണ്ടി വന്നാൽ മാറ്റിവെക്കണം. കാരണം ടോട്ടൽ ജസ്റ്റിസ് വ്യക്തമായി. രശ്മിത, ഇത്രയൊക്കെ പരമോന്നത നീതിപീഠം ചെയ്തിട്ടും ഒരു സാധാരണ കോടതി ഇതുപോലുള്ളൊരു വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇദ്ദേഹം ഈ 2000 പേജ് എഴുതിയെന്നുള്ള കാര്യം എനിക്കിപ്പോഴും ഒരു പ്രഹേളികയാണ്. ഇത്രയൊക്കെ പരമോന്നത നീതിപീഠം ചെയ്തു വെച്ചിട്ടും എന്ന് പറയുമ്പോ ഒരുപാട് വലിയ ഉദാത്തമായ ഉപകാരങ്ങൾ ചെയ്തു വെച്ച ഒരു നീതിപീഠത്തെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. പള്ളി പൊളിച്ചത് തെറ്റെന്നും അവിടെ മൂർത്തികൾ കൊണ്ടുവച്ചത് തെറ്റെന്നും പറഞ്ഞിട്ടും പൊളിച്ചവർക്ക് ആ ആരാധനാലയം ഇരിക്കുന്ന സ്ഥലമടക്കം സമ്മാനിക്കുക മാത്രമല്ല, അവിടെ പുതിയ ആരാധനാലയം പണിയുവാൻ സർക്കാർ പണം, ഈ മതനിരപേക്ഷ രാഷ്ട്രത്തിലെ സർക്കാർ പണം കൊടുക്കണമെന്ന് പറഞ്ഞ വിധിന്യായം വന്നത് ആ പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ്. ഇനി ഈ വിധി പുറപ്പെടുവിച്ച CBI കോടതിയെ കുറിച്ച് പറയാം. അത് CBI കോടതിയാണ്. ഓർമ്മയുണ്ടാവും, പണ്ടൊരു ജഡ്ജ് ലോയ ഒരു CBI കോടതിയിലെ ജഡ്ജ് ആയിരുന്നു. CBI കോടതിയിലെ ജഡ്ജ് ലോയക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ജഡ്ജിമാർ തന്നെയാണ് ഇപ്പോ ഇന്ത്യയിലുള്ളത്. താഹിൽ രമണിയുടെയും ഖുറൈഷിയുടെയും ഒക്കെ കഥകൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്നവർ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ജഡ്ജായിട്ടിരിക്കുന്നത്. എമർജൻസിയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി വന്നിരുന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആ കാലങ്ങളിൽ വളരെയധികം ഭയമായിരുന്നുവെന്ന്. ഭയം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനെയും ജഡ്ജിമാരെയും ഒക്കെ ഒരേപോലെ ഭരിക്കുന്ന ഒരു വികാരം തന്നെയാണ്. ഇനി ഈ കോൺഗ്രസുമായിട്ട് ടാഗ് ചെയ്തതിനെ കുറിച്ചുള്ള വിമർശനം പറയാം. ശരിയാണ്, ശ്രീ ഷാജി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ രാഷ്ട്രീയമൊന്നും നമുക്കറിയില്ല, ബ്രിട്ടാസിന്റേത് പോലും അറിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളോടൊക്കെ കാണിക്കുന്നതിലും സ്നേഹം ഇവിടെ ഇരിക്കുന്ന എന്റെ മുതിർന്ന സഹോദരൻ ശിവശങ്കറിനോടാണ് പലപ്പോഴും കാണിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രശ്മിത, പക്ഷേ ആ സ്നേഹം ശിവശങ്കർ എന്നോട് കാണിക്കുന്നില്ല. അതാണ്
അതുപോട്ടെ. അപ്പോ ശ്രീമതി ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന വളരെ പരിണിത പ്രജ്ഞയായ, വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സാന്നിധ്യമായി മാറിയ ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്ക് ഷാജിയിലും ജോൺ ബ്രിട്ടാസിലും ഒന്നുമില്ലാത്ത ഒരു വിശ്വാസം തീർച്ചയായിട്ടും രാമചന്ദ്ര ഗുഹയിലുണ്ടാവും. രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആത്മകഥ ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ ആളാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ അറസ്റ്റ് വരിച്ച ആളാണ്. ആ രാമചന്ദ്ര ഗുഹ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? 1986 ഫെബ്രുവരി മാസം 1-ാം തീയതി ഫൈസാബാദിലെ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരുന്ന കൃഷ്ണമോഹൻ പാണ്ഡേക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ ഫൈസാബാദ് പള്ളിയുടെ പ്രമിസസിൽ ഉണ്ടായിരുന്ന രാംലല്ലയുടെ വിഗ്രഹത്തിൽ ദൈനംദിന പൂജ നടത്തുവാനുള്ള അനുമതി ഉണ്ടായി എന്ന്. 1990 ഇതേ പ്രധാനമന്ത്രി തന്നെയാണ് അവിടെ ശിലാന്യാസം നടത്തുവാനുള്ള അനുവാദത്തിനും കോപ്പ് കൂട്ടിയത് എന്ന് ഓർക്കണം. ഷാബാനു കേസിനെ ബദലായി കൊണ്ടുവന്നിട്ടുള്ള ആ നിയമനിർമ്മാണം ഇവിടുത്തെ ഒരു പ്രത്യേക വലിയ വിഭാഗത്തിനെ അസ്വസ്ഥമാക്കി എന്നുള്ള സംശയത്തിൽ വീർ ബഹാദൂർ സിംഗിന്റെയും അരുൺ നെഹ്റുവിന്റെയും ഒക്കെ ഉപദേശപ്രകാരമായിരുന്നു അന്നത്തെ മിസ്റ്റർ ക്ലീൻ ആയിരുന്ന രാജീവ് ഗാന്ധി ഈ കുടുക്കിലേക്ക് ചെന്ന് ചാടിയത്. പിന്നെ ഈ ഫെഡറലിസവും നരസിംഹറാവുവിനെയും കൂട്ടിക്കെട്ടി പറഞ്ഞപ്പോ ഇത്ര ചെറിയ ഓർമ്മയാണോ ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്ക് ഉള്ളതെന്ന് തോന്നി. കുറഞ്ഞപക്ഷം നിങ്ങൾ അന്നൊരു 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയെങ്കിലും ആയിരുന്നിരിക്കുമല്ലോ. ഈ നരസിംഹറാവു എഴുതിയ ജഡ്ജ്മെന്റിന്റെ പേരാണ്, ക്ഷമിക്കണം, പേരാണ് ഇൻസൈഡർ. അദ്ദേഹം പിന്നീട് ഇന്ത്യൻ ജയിലിലെ ഇൻസൈഡറായി പോകുവാനുള്ള കാരണം ഈ ഫെഡറലിസത്തിനെ അട്ടിമറിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച കേസിൽ ആരോപണ വിധേയനായി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടാണ്. അപ്പൊ ഫെഡറലിസവും നരസിംഹറാവുവും തമ്മിലുള്ള ബന്ധമൊന്നും പറയരുതേ. അന്ന് പൂജാമുറിയിൽ നിന്ന മനുഷ്യനോട് ഇവിടുത്തെ ഹോം മിനിസ്ട്രിയിലുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ ഒക്കുപൈ ചെയ്യട്ടെ, അങ്ങയുടെ ഒരു ഉത്തരവ് മതി. അത് അദ്ദേഹം കേട്ടില്ല. കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ അവിടെ കല്യാൺ സിംഗും അദ്വാനിയും മുരളി മനോഹർ ജോഷി ഉമാഭാരതിയും ഒക്കെ ചേർന്ന് വളരെ ചാർജ്ഡ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ പറഞ്ഞുവിട്ട പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്യാൺ സിംഗിന്റെ മിനിസ്ട്രിയെ പറഞ്ഞു വിടുവാനുള്ള പ്രൊവിഷൻസ് കൂടി ഇന്ത്യൻ ഭരണഘടനയിലുണ്ടല്ലോ. അതെന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിട്ടില്ലേ, ഇനി ഇങ്ങനെ ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്? ഇപ്പൊ നമുക്ക് കുറ്റം ആരോപിക്കാൻ ഒരു കല്യാൺ സിംഗ് എങ്കിലും. രശ്മി അവിടെ പോസ് ചെയ്യൂ. അതായത് എനിക്ക് ബിന്ദുവിലേക്ക് വരണം. എന്താ കാരണം വെച്ചാൽ ബിന്ദുവിനെതിരെ ഉള്ള പരാമർശങ്ങളാണ് ഷാജിയോടൊപ്പം തന്നെ രശ്മിനി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല കൃഷ്ണദാസ് അത് സംബന്ധിച്ച സൂചനകൾ ആദ്യം തന്നെ കൊടുത്തിരുന്നു. ഇനി നരസിംഹറാവുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകണം, റാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രസക്തമായ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. എന്താണ് നോക്കുക. നരസിംഹറാവു ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട്, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകം അദ്ദേഹം മരിച്ച ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. അതെ, വരട്ടെ. പൊളിക്കലിന് നിശബ്ദ പ്രേരണ, ഇത് മറ്റുള്ളവരല്ല, ഇത് കോൺഗ്രസ് തന്നെ ആരോപിച്ചിട്ടുള്ള ഒരു കുറ്റമാണ്. ഷാജി ശരിയല്ലേ? കറക്റ്റാണ്. ബിന്ദു കൃഷ്ണ മറന്നുപോരുത്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് ദുരന്തം ഒഴിവാക്കണമെന്ന റിപ്പോർട്ട് നരസിംഹറാവു അവഗണിച്ചു. കേന്ദ്രസേനയെ വിനിയോഗിച്ച് പള്ളി സംരക്ഷിക്കാൻ തയ്യാറായില്ല. എത്രയോ ബറ്റാലിയൻ പാരാമിലിറ്ററി ഫോഴ്സസ് അവിടെ ഫൈസാബാദിലുണ്ടായിരുന്നു. ചരിത്രം തനിക്ക് നീതി തരുമോ എന്ന് സ്വയം ശങ്കിച്ചുവെന്ന് അയോധ്യ 992 ഡിസംബർ 6 എന്ന പുസ്തകത്തിൽ റാവു തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ഹി വുഡ് ബി എക്സോണറേറ്റഡ്. ബിന്ദു കൃഷ്ണ ഈ പള്ളി വിളിക്കുന്ന സമയത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് 2 വയസ്സ് മാത്രം ഉണ്ടെന്നാണ് രശ്മിത പറഞ്ഞത്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? 2 വയസ്സോ? അത് രശ്മിത തന്നെ അതിന് മറുപടി പറയട്ടെ. രശ്മിത എല്ലാ കാര്യവും അറിയാവുന്ന ആളല്ലേ. രശ്മിത തന്നെ അത് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവർ പറയട്ടെ. രണ്ടാമതായി 90-ൽ ശ്രീ രാജീവ് ഗാന്ധിയാണ് ഇതിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് 89-ൽ ശ്രീ വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. 89 മുതൽ 91 വരെ. 89-ന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് 91-ലാണ്. എൻ്റെ അറിവ് അങ്ങനെയാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. 86-ലെ കാര്യം പറഞ്ഞത്. ബാബറി മസ്ജിദ് തകർക്കുന്നതിന്
986 കാര്യമാണ് പറയുന്നത്. എന്തോ 986 ഓക്കെ അതാണ് പറഞ്ഞത്. ഓക്കെ ഞാൻ കേട്ടത് 90 അല്ലല്ല 90. അതെ. മറ്റൊരു കാര്യം, ബാബറി മസ്ജിദ് സംരക്ഷണം തീർക്കുന്നതിന് ഇനി ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് ശ്രീ നരസിംഹറാവുവിന്റെ ഫെഡറൽ സംവിധാന സങ്കല്പത്തെക്കുറിച്ചും രാജ്യത്തെ നിയമത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ച കേസിൽ ആരോപണ വിധേയൻ. അതും ഫെഡറലിസവും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ അവർ ബോധ്യപ്പെടട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ലോ ആൻഡ് ഓർഡർ അത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. തീർച്ചയായും ദേശീയോദ്ഗ്രഥന സമിതിയിലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലും ശ്രീ കല്യാൺ സിംഗിനെ അവിശ്വസിച്ചുകൊണ്ട് പിരിച്ചുവിടേണ്ട സാഹചര്യം അതിനു മുൻപുണ്ടായിരുന്നില്ല എന്ന് അന്ന് ആ കാര്യം മനസ്സിലാക്കി പിന്നീട് സാമൂഹിക രാഷ്ട്രീയ വിദ്യാർത്ഥികളായി ഇപ്പോഴും ബാബറി മസ്ജിദിനെ കുറിച്ച് പഠിക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ മതേതര സ്വഭാവത്തിന് തീർച്ചയായും മറ്റൊരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫോണിൽ കാണാമോ എന്ന് എനിക്ക് അറിയില്ല. ഈ അക്ഷരാർത്ഥത്തിൽ മഹാത്മജിയുടെ വധത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഐത്തം കൽപ്പിച്ചിരുന്ന BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്തതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നതിനെ കുറിച്ച് ഓർക്കുക. മറ്റൊന്ന്, എന്റെ ഫോണിൽ നിന്ന് സൂം ചെയ്താൽ ഒരുപക്ഷെ കൃഷ്ണദാസിന്റെ പടമാണെന്ന് തോന്നുന്നു കാണുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണം പറഞ്ഞതാരാ? CPM-ന്റെ എക്കാലത്തെയും മഹാപണ്ഡിതനും സർവോപരി CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അച്ചടിച്ചു വന്ന ദിവസം മാതൃഭൂമി 1987 ജനുവരി മാസം 14. സംശയം ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ മോർഫ് ചെയ്തതുമായിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെ വിശ്വസിക്കുന്നത് നിർത്തിയിട്ടില്ല. ഇത്രത്തോളം നിഷ്കളങ്കമായി തുടരുന്നത്. നിങ്ങളൊരു വലിയ നേതാവാകാൻ പോകുന്ന ആളാണ്. അതിന് തിരുത്ത് മാതൃഭൂമി തന്നെ കൊടുത്തിരുന്നു. രശ്മിത എന്ന ഇടതുപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ താങ്കളുടെ നിരീക്ഷണം താങ്കളുടേത് മാത്രമാണ്. അത് മറ്റുള്ളവരുടെ കാര്യം ഇത് മോർഫ് ചെയ്തത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്തോ. ശ്രീ കൃഷ്ണദാസ്, കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ചാനൽ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഈ നമ്മുടെ ശിവശങ്കരെ ആദ്യം ചോദ്യം ചെയ്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇതുപോലെ എനിക്ക് കിട്ടിയ രേഖ, എൻ്റെ മുന്നിൽ കിട്ടിയ ആ പേപ്പർ കൃത്യമായി കാണിച്ചപ്പോൾ ശ്രീ സമ്പത്ത് പറഞ്ഞു കൈരളി ചാനൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. ഞാൻ തൊട്ടടുത്ത സമയത്ത് തന്നെ അതിൻ്റെ അവതാരകന് കൈരളി ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസ് മൊഴിയെടുക്കുന്നു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് എടുത്തു കൊടുത്തോ, പിന്നെ മിണ്ടിയില്ല. അതുപോലെ തന്നെ ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ മോർഫ് ചെയ്യുന്ന പരിപാടി നമുക്കില്ല. സഖാക്കൾ പിന്നെ നമ്മൾ സാധാരണ പ്രവർത്തകരെയൊക്കെ മോർഫുകാരെന്നോ അതും ഇതൊക്കെ പറയാനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. അത് ബന്ധപ്പെട്ടവർ ചോദിച്ചാൽ രശ്മിക്ക് മനസ്സിലാകും. അത് ആ കാര്യത്തെക്കുറിച്ച് അത്ര ഒറ്റ കാര്യം എനിക്ക് പറയാൻ കഴിയും. എന്നെ കൃഷ്ണദാസിനെ കുറിച്ച് ഇത്ര രൂക്ഷമായ ഒരു ആരോപണം ബിന്ദു കൃഷ്ണ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. അയ്യോ ശ്രീ കൃഷ്ണദാസിനെ കുറിച്ച് അങ്ങനെ വ്യക്തിപരം ഒന്നും പറഞ്ഞില്ലല്ലോ. സഹാക്കളെന്ന് പറഞ്ഞത് ചെയ്ത സഹാക്കളുണ്ട്. അതൊക്കെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അറിയാം. അതൊക്കെ ബോധ്യമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഐക്യം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാന്മാരുടെ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് എല്ലാ കാലത്തും ഇപ്പൊ പോലും ഈ CAA-ക്കെതിരായുള്ള പോരാട്ടം അടക്കമുള്ള ഏത് പോരാട്ടത്തിലും ഞാൻ അടക്കമുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഉൾപ്പെടുന്ന എല്ലാവരും അത്തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ബാബറി മസ്ജിദുമായി ലിബർഹാൻ കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ റിപ്പോർട്ട് വന്നല്ലോ. ലിബർഹാൻ കമ്മീഷനിലേക്ക് വരാം. അതിനു മുമ്പ് ബിന്ദു കൃഷ്ണ ഉന്നയിച്ച ആരോപണം അതിനെ രശ്മിതയും അതുപോലെ തന്നെ ഒരു ന്യൂട്രലായി നിൽക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂറും കണ്ണിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും എന്നെ കൃഷ്ണദാസിനൊരു അവസരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള ആരോപണമാണ് ബിന്ദു കൃഷ്ണ ഉന്നയിച്ചത്. മാത്രമല്ല RSSനെ പരിലാളിച്ചതിനെ കുറിച്ചുള്ള ചില ആരോപണങ്ങളും സട്ടിലായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്നെ കൃഷ്ണദാസ്, അതായത് EM-ന്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാതൃഭൂമിയിൽ വന്നത് ഇടയ്ക്കിടയ്ക്ക് ചില കോൺഗ്രസ് നേതാക്കളും ഞങ്ങളുടെ പാർട്ടിയെ ശക്തമായിട്ട് എതിർക്കുന്ന ശത്രുപക്ഷത്തിലുള്ള ചിലരും എടുത്തുയർത്തി കാണിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അതേ പത്രം തന്നെ ഞങ്ങൾ മിസ്കോട്ട് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ അതേ പത്രം തന്നെ അത് പ്രസിദ്ധപ്പെടുത്തിയത് ഇവർ മറക്കും, അല്ലെങ്കിൽ ബോധപൂർവം മറച്ചു വയ്ക്കും. അത് രാജ്യത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ പ്രിയ സഹോദരി ബിന്ദു ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് അത്രയും അതിനെപ്പറ്റി പറയാനുള്ളത് ഒരു ചരിത്രമായതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ BJP-യെ ഗാന്ധി വധത്തിന് ശേഷം രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം
ഇടതുപക്ഷത്തിൻ്റെ മേൽ ചാരി വെക്കാനുള്ള ഒരു വിപുല ശ്രമം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ബിന്ദു കൃഷ്ണ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. ചരിത്രം മൃതസ്മൃതികളല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ബിന്ദു കൃഷ്ണ ഒന്ന് ഓർക്കണം. 48 മഹാത്മാഗാന്ധി വധത്തിന് ശേഷം RSS നിരോധിക്കപ്പെട്ടു നമ്മുടെ രാജ്യത്ത്. RSSനെ നിരോധിച്ചു, നിയമം മൂലം നിരോധിച്ചു. നിരോധിച്ച RSSന്റെ നിരോധനം പിൻവലിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. 21 ദിവസം നിങ്ങളുടെ നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലായിരുന്നു. അന്ന് ഇത്ര യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, ദീർഘകാലം എടുക്കും വിദേശത്തൊക്കെ പോയി തിരിച്ചു വരാം. 21 ദിവസം സുദീർഘമായിട്ടുള്ള ഒരു വിദേശ പര്യടനത്തിന്റെ കാലയളവിൽ അന്ന് ശ്രീമാൻ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹമായിരുന്നു RSSുമായിട്ട് ചർച്ച നടത്തി 3 ഫോർമുല ഉണ്ടാക്കിയത്. RSS രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിൽ പങ്കാളികളാവും, കോൺഗ്രസിൽ അവർക്ക് അംഗത്വം കൊടുക്കും, നല്ല കുട്ടികളായി അവർ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കും. അതുകൊണ്ട് AICC നെഹ്റുവിന്റെ അഭാവത്തിൽ കൂടി RSSന് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരിച്ചെത്തിയത് അറിഞ്ഞപ്പോൾ ക്ഷുഭിതനായി AICC വിളിച്ചുകൂട്ടി ആ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ തിരുത്താൻ മുൻകൈയെടുത്തത് എൻ്റെ പ്രിയ സഹോദരി ബിന്ദു കൃഷ്ണ. കോൺഗ്രസ് പാർട്ടിയുടെ, ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ, താങ്കളുടെ പാർട്ടിയുടെ ചരിത്രം നോക്കണം. കോൺഗ്രസിന്റെ നിരോധിച്ചതിനേക്കാളും പ്രധാനം പിൻവലിച്ചതല്ലേ ബിന്ദു സഹോദരി? നിരോധിച്ചതല്ല, പിൻവലിച്ചതല്ലേ പ്രധാനം. ഞാൻ 2-3 വാചകം കൊണ്ട് ഞാൻ തീർക്കാം, നമ്മൾ കുറെ ആളുകളുണ്ട്, ഞാൻ പറയാണ്. ഇനി ഒറ്റ കാര്യം, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ആരംഭകാലം മുതൽ ഈ നിമിഷം വരെയുള്ള കോൺഗ്രസ് പാർട്ടിയിൽ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മൃദു ഹിന്ദുത്വ ധാരയുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. ബിന്ദു കൃഷ്ണയോട് ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട സഹോദരി എന്നുള്ള നിലയിലാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു പ്രിയ സഹോദരിയെ പോലെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഇതപര്യന്തമുള്ള തുടക്കം മുതൽ, ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് കോൺഗ്രസ് പാർട്ടി ടിൽ ദിസ് ടൈം, ഇതുവരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ള മൃദു ഹിന്ദുത്വ ധാരയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇതിനെ ക്ഷോഭത്തോടു കൂടി കാണരുത്. മദൻ മോഹൻ മാളവ്യയ്ക്ക് ഈ കഴിഞ്ഞ ദശകത്തിലായിരുന്നല്ലോ ഭാരതരത്ന കൊടുത്ത് എത്രയോ കാലത്തിന് ശേഷം. എന്തുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിന് മാത്രം വലിയ പ്രതിമ ഉണ്ടാക്കിയത് ഗുജറാത്തിൽ? അന്ന് വലിയ പത്രപ്രവർത്തകർ ചോദിച്ചു, വൈ, നിങ്ങൾ എന്തുകൊണ്ടാണ് പട്ടേലിന് പ്രതിമ ഉണ്ടാക്കുന്നത്? അപ്പോൾ നരേന്ദ്രമോദി അതിന് പറഞ്ഞ മറുപടി, അന്ന് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രീയ അതീതമായി ഗുജറാത്ത് ജന്മം നൽകിയ മഹാനായ പുത്രനാണ് പട്ടേൽ. എന്തു തന്നെയാണെങ്കിലും ശരി, ഗുജറാത്ത് ജന്മം നൽകിയ പട്ടേലിനേക്കാൾ വലിയ മഹാനായ പുത്രനായിരുന്നല്ലോ മഹാത്മജി. മഹാത്മജിക്ക് നിങ്ങൾ എന്തുകൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ BJP മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ തുടങ്ങി വന്ന് അവസാനം രമേശ് ചെന്നിത്തലയിൽ വന്ന് എത്തി നിൽക്കുന്നവരെയുള്ള ഒരു മൃദു ഹിന്ദുത്വ ധാര തുടക്കം മുതൽ ഈ നിമിഷം വരെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ആ മൃദു ഹിന്ദുത്വ ധാര ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളെ ഒന്നിച്ച് വിഴുങ്ങുമ്പോഴാണ് രാഷ്ട്രത്തിന് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായത്. അതാണ് ഞാൻ ഓരോന്ന് മുഴുവൻ ഞാൻ പറയുന്നില്ല. അതാണ് എനിക്ക് ശിവശങ്കറിലേക്കും അതുപോലെ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്കും വരണുണ്ട്. ശിവശങ്കർ ഇന്ന് വിജയ ദിവസമായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാനും അദ്ദേഹം വളരെ മോഡസ്റ്റിയാണ്. അതുകൊണ്ട് ഫസൽ ഗഫൂർ ഞാൻ ആദ്യം അവസരം കൊടുത്തിട്ട് ഞാൻ പറയാം. ഡോക്ടർ ഫസൽ ഗഫൂർ, NM കൃഷ്ണദാസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഒരു പക്ഷേ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇൻവേർട്ടർ കോമ സന്ധി ചെയ്തുകൊണ്ടായിട്ടുള്ള ദുരന്തങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ധിയെക്കുറിച്ച് പറയണ്ടേ? ഇപ്പോഴും താങ്കൾ സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സമാധാനം ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെയുള്ള സന്ധി ചെയ്യലുകളല്ലേ ഇന്ത്യയിലെ ഈ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായിട്ടും ഞാൻ പറയാം, പെട്ടെന്ന് പറഞ്ഞാലോ, സ്വീഡില് തിലക്കും ഗോഖലെയും, അതാണ് മനസ്സിലല്ലേ, തിലക്ക് വർഗീയ, ഗോഖലെ മിതവാദി. പിന്നീട് ടാൻഡനെതിരായിട്ട് ടാൻഡൻ പോയിട്ട് തോപ്പിക്കുന്നു ആചാര്യ, മറ്റേ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ കാൻഡിഡേറ്റായിട്ടുള്ള നമ്മുടെ മൂപ്പര കൃപലാനിനെ, അവിടെയും ഏറ്റുമുട്ടല്. സർദാർ പട്ടേൽ ഇവരെ വിളിക്കുന്നു. നേരത്തെ കൃഷ്ണദാസ് 100% ശരിയാ. അന്ന് സർദാർ പട്ടേൽ ഉപയോഗിച്ചൊക്കെ ദേ ആർ മിസ്ഗൈഡഡ് പേട്രിയോട്സ് എന്നാണ്, ദേ ആർ പേട്രിയോട്സ് എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി 1980 അതായത് 77 എമർജൻസിക്ക് ശേഷം തിരിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി RSSുമായി സന്ധി ചെയ്യുന്നു ത്രൂ നാനാജി മുഖ്. അത് ശരിയോ തെറ്റോ? അതിന്റെ അവസാനത്തെ കണ്ണിൽപ്പെട്ട രമേശ് ചെന്നിത്തല എന്നാലും ഞാൻ ചിലപ്പോൾ കൃഷ്ണദാസിനോട് യോജിക്കൂല. മനസ്സിലല്ലേ?
പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു ഞാൻ പറയാം, താങ്കൾ കേരളത്തിൽ ഇരിക്കുന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി ബാക്കിയെല്ലാം നിങ്ങൾ അംഗീകരിച്ചു. രാജശേഖർ റെഡ്ഡി അദ്ദേഹമാണ് അവിടുത്തെ കോൺഗ്രസിന്റെ സെക്യുലർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ളത്. അപ്പൊ അങ്ങനെ കോൺഗ്രസിൽ എക്കാലത്തും ഇതുമാതിരിയുള്ള രണ്ട് ഗ്രൂപ്പുകൾ നിങ്ങൾ കേട്ടില്ലേ? ഓരോരോ വിധി വരുമ്പോഴും രാമജന്മഭൂമി വരുമ്പോഴും ഓരോരുത്തർ ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ നമ്മുടെ CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടെ ഒന്ന് പറയണത്, CPM കാര്യമായിട്ട് കോൺഗ്രസ് ആയിട്ട് ഈ ജനസംഘമായിട്ട് ചേർന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ എമർജൻസിയെ തുടർന്നുള്ള സാഹചര്യങ്ങളിലാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും, ജമാഅത്തെ ഇസ്ലാമി, ബാക്കിയുള്ള എല്ലാവരും ചേർന്നു. വൈരുദ്ധ്യം എന്നുള്ള നിലക്ക് CPI മാത്രത്തെ ഭാഗത്ത് കുടുങ്ങി, കോൺഗ്രസിന്റെ കൂടെ കുടുങ്ങി. അതാണ് കാര്യമായിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചുള്ള ഇടക്ക് കോൺഗ്രസിനെ സപ്പോർട്ടും ഇടക്ക് മറ്റേ പ്രതിപക്ഷത്തെ സൊട്ടിയും അങ്ങനത്തെ ഒരു വിഷയമാണ്. അതിന്റെ ആ രാഷ്ട്രീയം വ്യത്യസ്തമായി ഈ വർഗീയ രാഷ്ട്രീയമായിട്ട് നമുക്ക് കൂട്ടിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഞാൻ ഇതിന്റെ അവസാനമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ദിർ മണ്ഡൽ, ഞാൻ എന്റെ വക ഒരു വാക്ക് മുഹമ്മദ്, അതാണ് ഈ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറക്കുന്നു VPC. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് BP മന്ദിർ പൊളിറ്റിക്സ് എടുക്കുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് രാജീവ് ഗാന്ധി മുസ്ലിം വോട്ട് ബാങ്ക് ചെയ്തുകൊണ്ട് ഷാബാനു കേസിൽ ഇടപെടുന്നു. ഇത് മൂന്നിന്റെയും കൂടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്ത് നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നത് ഒരു കക്ഷിയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതാണ് ഇതിന്റെ രാജനീതി. ഈ മൂന്നിന്റെ ഇടയിൽ തിരിച്ചു വരാം. ശിവശങ്കർ, രശ്മിത ഓൾറെഡി ആരോപണം ഉന്നയിച്ചു. അതായത് ഞാൻ കുറച്ചും കൂടി സഹാനുഭൂതി അല്ലെങ്കിൽ കുറച്ചും കൂടി സൗഹൃദം കാണിക്കുന്നത് ശിവശങ്കറുമായിട്ടാണ്. പക്ഷെ ഈ ചർച്ചയിൽ ഏറ്റവും കുറച്ച് സമയം ഞാൻ കൊടുത്തത് ശിവശങ്കറിനാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾക്കൊക്കെ കാരണം ഓക്കെ, ഞാൻ ശിവശങ്കറിലേക്ക്. ശിവശങ്കർ, ഒരു കാര്യം ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ക്ഷമ ഇങ്ങനെ ആവിയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ജനസംഖ്യ, അതായത് ലോകത്തിൽ രണ്ടാമത്തെ വലിയ മുസ്ലിം സമൂഹമുള്ള രാജ്യമാണ് ഇന്ത്യ. മുസ്ലിങ്ങളുടെ ക്ഷമ നശിച്ചു വരികയാണ്. ഈ വിധി അത് കുറച്ചും കൂടി ആവിയായി പോകാൻ വേണ്ടിയിട്ടാണ് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു പ്രസ്താവന. ഫസൽ ഗഫൂറിന് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം എന്നുള്ള ആളല്ല, പക്ഷെ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ഈ ഒരു വാദഗതിയെ കേന്ദ്ര ഭരണകക്ഷിയായിട്ടുള്ള BJPക്ക് അവഗണിക്കാൻ പാടുണ്ടോ? പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ജനവിഭാഗത്തെ മുഴുവൻ അദ്ദേഹം ഒരു ലീഡ് ചെയ്യുന്നുണ്ടെന്ന്. MES-നെ അദ്ദേഹം ലീഡ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന്. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ MES-ൽ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ ശിവശങ്കറിന് ഇപ്പൊ എന്താ പോസ്റ്റ് കൊടുക്കുകയാണ്? അതായത് നിങ്ങളുടെ മറ്റേ BJPയുടെ നാഷണൽ പ്രസിഡന്റ് ആണോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ. ഒരു ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യും, മാറ്റർ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഉത്തരം പറയാം. അല്ല ഫസൽ ഗഫൂർ MES പ്രസിഡന്റ് ആണോ? ഏതായാലും ഒരു ഏറ്റവും വലിയൊരു മുസ്ലിം ഘടനയുടെ പ്രസിഡന്റ് ആണല്ലോ. അല്ല പോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും മുസ്ലിം വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആണല്ലോ. ഒന്നുമില്ലാതെ ഒരുത്തനല്ലോ, അബ്ദുള്ള കുട്ടി അല്ലല്ലോ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അങ്ങനെയല്ല ഡിസ്കഷൻ ശിവശങ്കരൻ കൊണ്ടുപോകണ്ട. ഞാൻ ക്ഷമ, നിങ്ങൾ വെറുതെ പ്രോക്ത എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായി പ്രൊവോക്ക് ചെയ്യണം. അതിനാണ് നമുക്ക് മറുപടി ഇട്ടിട്ടുണ്ട്. ശിവശങ്കർ സ്തബ്ധനായി പോയി. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ സാർ. അങ്ങയുടെ ഉത്തരം അല്ല, ഇപ്പൊ അദ്ദേഹം ശിവശങ്കരൻ ഇതാണ് കുഴപ്പം. അദ്ദേഹം ചോദിച്ചതെന്ന് വെച്ചാലേ ഉള്ളൂ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഉപാധ്യക്ഷനാക്കിയിരിക്കുന്ന അദ്ദേഹമാണ് മുസ്ലിം സമുദായത്തെ പ്രതിദാനം ചെയ്യുന്നതെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നതെന്നാണ് ഫസൽ ഗഫൂർ ചോദിച്ചത്. അതൊക്കെ ഈ പൊതുവെ കൊതിക്കുറവ് ഇങ്ങനത്തെ കുശുമ്പൊക്കെ ഉണ്ടാവും. എനിക്കതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് അവിടെ കയറ്റി വെച്ചിരിക്കുന്നു. ശിവശങ്കരൻ ആയിക്കോ, എനിക്ക് വിരോധമില്ല. ശിവശങ്കരൻ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിക്കോ, ഞാൻ ഒരു കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ മിതവാദിയാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം, നിങ്ങൾക്ക് മര്യാദയാണ്, ഞങ്ങളെക്കാട്ടൊക്കെ ഭേദമാണ്. പക്ഷെ കൊണ്ടുപോയ സാധനത്തെ പറ്റി നമ്മൾ ആലോചിക്കണ്ടേ? കൊണ്ടുപോയ സാധനത്തെ കുറിച്ച് എന്താണ് ഒരു ഐക്യം ഇല്ല ബിട്ടാസെ. എന്താ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച്? കൊണ്ടുപോയ മുസ്ലിങ്ങളുടെ ഒരു ഐക്യം ഇല്ല. കൊണ്ടുപോയ സാധനം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്?
അത് ഒട്ടും ഫിറ്റല്ല, പറ്റിയതല്ല. എന്താ ഷാജി, എന്താ കാരണം ഇത് കോഴിക്കോട് ഭാഷ എനിക്കൊന്ന് കൃഷ്ണദാസ്, എന്താണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറ്റിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടുപോയ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാത്തോട് ചോദിച്ചാണ്. എന്റെ കൃഷ്ണദാസ് മനസ്സിലായത് താങ്കൾക്ക്? അല്ല, സാധനം എന്നുള്ളത് കേട്ടാ ഞാനേ പഴയ താത്തിരിക്കൂട്ടർ അടുത്ത വീട്ടുകാരനാണ് ഞാൻ. എൻ്റെ തൊട്ട വീടാ താത്തിരിക്കൂട്ടർ വീട്. അതുകൊണ്ട് ഈ സാധനം എന്ന് കേട്ടാൽ എനിക്ക് വേറെ ഓർമ്മ വരിക, ഭ്രഷ്ടാക്കിയതിനെയാണ് സാധനം എന്ന് ഞങ്ങൾ വിളിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ സാധനത്തെ കൊണ്ടുവരുമോ എന്നാണ് സ്മാർത്ഥം പറയുക. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ താത്തിരിക്കൂട്ടർ അടുത്ത് വീട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ സാധനം എന്ന് പറഞ്ഞാൽ ഭ്രഷ്ടാക്കിയ വസ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാ. അല്ല, ഞാൻ പറയണതേ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ പറ്റിയ ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിനാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധനം എന്ന് പറയാം. ആ സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മനുഷ്യജീവി ആയിരിക്കൂലല്ലോ. വളരെ ഗുരുതരമായ ആരോപണമാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പി ആർ ശിവശങ്കറിന്റെ ഉപാധ്യക്ഷനെതിരെ, ദേശീയ ഉപാധ്യക്ഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള ആൾക്കാരല്ല മുസ്ലിം സമുദായത്തെ പ്രധാനം ചെയ്യുന്നത്. നിങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ച ഇൻവെർട്ടർ കോമയിലുള്ള ആളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പി ആർ ശിവശങ്കർ, മൈക്ക് താങ്കൾക്ക് തന്നിരിക്കുന്നു. രശ്മിത ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരൽ പിടിച്ച് ഇപ്പുണ്ട്, പക്ഷെ കൊടുക്കില്ല ഞാൻ. എന്താ കാരണം വെച്ചാൽ ശിവശങ്കർ പറയട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇദ്ദേഹം ഈ സാധനം അല്ലെങ്കിൽ മേടിക്കാൻ വാങ്ങാൻ എന്നൊക്കെ വയ്ക്കുമ്പോൾ ഈ ജലീലിനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ മേടിച്ചും വാങ്ങിയ ഒരു സാധനം ഉണ്ടല്ലോ അവിടെയും. അപ്പൊ അതിനെ കുറിച്ച് പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. കമ്മിറ്റിയിലൊക്കെ ഒരുമിച്ച്. പിന്നെ എന്റെ ശരി, അപ്പൊ ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും സന്തോഷം അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലെ. ഞാൻ വെക്കട്ടെ, എന്തിനാണ് ഇത്രയൊക്കെ? ഒരാളെ ഞങ്ങൾ എടുത്തല്ലോ, അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ അദ്ദേഹം വളരട്ടെ, അദ്ദേഹത്തിന് വിജയിക്കട്ടെ. എന്തിനാണ് ഇത്ര ദേഷ്യം? പിന്നെ എനിക്ക് കൃഷ്ണദാസ്ജിയുടെ കാര്യം ആലോചിച്ചപ്പോൾ സങ്കടം വന്നത്. ഓരോരുത്തർക്ക് അവനവൻ ആഗ്രഹിക്കാനുള്ള, അവനവൻ ഇഷ്ടമുള്ള ചരിത്രത്തിലൊരു വിഷയം എടുക്കും. അദ്ദേഹം അതെടുത്തു, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഇത്ര മോശപ്പെട്ട ഒരു സംഭവം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അദ്ദേഹത്തിന് അതെടുക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് നല്ല നമസ്കാരം. അല്ല എന്നാലും അത് ആ ഒറ്റ ഉദാഹരണം അങ്ങേക്ക് കണ്ടുള്ളൂ അല്ലേ? ചരിത്രത്തിലേക്ക് പോകുമ്പോ വേറെ ഒന്നും കണ്ടില്ല. അല്ലെങ്കിൽ സന്തോഷം ജനങ്ങൾ നിശ്ചയിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലോട്ടും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJP-യിലോട്ടും നാളെ ലീഗിലോട്ടും പോയ ചരിത്രമുണ്ടോ? അങ്ങനെ ചരിത്രമുണ്ടോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. ചരിത്രം തിരുത്താനുള്ളതല്ലേ BJP അല്ല കുറ്റം പറഞ്ഞ, ചരിത്രം തിരുത്താനുള്ളതല്ലേ ഫസൽ ഗഫൂർ സാറേ? നമുക്ക് തിരുത്താന്നേ. അല്ല, എനിക്കറിയാം അങ്ങക്ക് BJP-യോട് വളരെ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാന്നേ, ഒരു പ്രശ്നമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ കൃഷ്ണദാസ് സാറിന് ഒരു ഗുണമുണ്ട് കേട്ടോ. ചരിത്രത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം നെഹ്റു 21 ദിവസം യാത്ര ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കരുത്. ഇപ്പോഴും ചില ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അത് ബിന്ദുകൃഷ്ണയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ പല നേതാക്കളും കാണാണ്ടാവും, കുറേ നാളത്തേക്ക് വിദേശത്തേക്ക് പോകും. അത് നെഹ്റുവും പോയിരുന്നു ഇംഗ്ലണ്ടിലേക്ക് എന്നൊരു ചരിത്രമൊക്കെ ഉണ്ട്, ഞാനത് പറയുന്നില്ല. നെഹ്റു 21 ദിവസം പോയപ്പോൾ ആ കമ്മിറ്റിയിൽ ചെയർമാൻ ആയിരുന്നു ശ്രീ കൃഷ്ണദാസ്. അദ്ദേഹത്തിന് അറിയാം അവിടെ എന്തുകൊണ്ട് RSS നേതാക്കൾ വന്നു, എന്തൊക്കെ ഒപ്പിട്ടു, എന്തൊക്കെ ചെയ്തെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ 1962 നെഹ്റു തന്നെ അവിടുത്തെ ഒരു ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരിപാടിക്ക് RSSനെ കൊണ്ടിരുത്തിയത് അദ്ദേഹം മറന്നു ചെയ്യും. അതുകൊണ്ട് ചരിത്രത്തിലെ ചില പ്രകടനമായ അമനേഷ്യ അദ്ദേഹത്തിന് വരും. അദ്ദേഹത്തിന് കുഴപ്പമില്ല, അത് അദ്ദേഹത്തിന് നല്ല കാര്യമാണ്. അദ്ദേഹത്തിനും അതിനും അവകാശമുണ്ട്. ചരിത്രത്തിൽ നിന്ന് വിസ്മരിക്കാനും ഓർമ്മിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ മഹത്തായ കഴിവിനെ ഞാൻ വാഴ്ത്തുന്നു, ഒരു സംശയവുമില്ല. പിന്നെ ഈ ദുരന്തമായ AICCയുടെ ഓഫീസിൽ ഇപ്പോൾ AICC പാർട്ടി ഓഫീസിലെ ഒരു സെക്രട്ടറി വന്നതിന് മുമ്പ് CPM-ന്റെ ഒരു നാഷണൽ സെക്രട്ടറി പോകുന്നുണ്ട് അവിടെ എന്ത് പ്രശ്നത്തിനും. അതെന്തിനാ കൃഷ്ണദാസ് ചേട്ടാ? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഏത് കാര്യത്തിനും ഇപ്പോൾ AICC ഓഫീസിലല്ലേ? ഇപ്പോൾ AKG സംഘടനയിലേക്കല്ല ആൾക്കാർ, അല്ല AKG ഭവനിലേക്കല്ല ആൾക്കാർ കത്തയക്കണത്. യെച്ചൂരി AICC ഓഫീസ്
ഫുൾ ടൈം അവിടെയാ. ഇടയ്ക്ക് കേട്ടിരുന്നു വെസ്റ്റ് ബംഗാളിൽ നിന്ന് നിങ്ങൾക്ക് ലോക്സഭയിലേക്ക് വരാനായിട്ട് രാഹുൽ ഗാന്ധിയുടെ കാല് പിടിച്ചു എന്ന്. അപ്പം നിങ്ങൾക്ക് അവിടെ പോയാൽ എന്തുമാവാം, എന്നിട്ട് ഇവിടെ കിടന്ന് കൈരളിച്ചാന് കിടന്ന് യുദ്ധം പിടിക്കേണ്ട. ജനങ്ങൾക്കറിയാം നിങ്ങൾ ഒരൊറ്റ കൂട്ടത്താണെന്ന്. ഇവിടെ കിടന്ന് ഇങ്ങനെ തല്ല് പിടിച്ചിട്ട് ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. എന്തായാലും ശിവശങ്കർ കോടതി വിധിയെ കുറിച്ച് വെലുങ്ങിനെ ഒന്നും പ്രതിപാദിക്കില്ല. ഷാജി, അതായത് ഒരുപക്ഷെ നമ്മൾ കുറച്ചും കൂടി ഈ വിധിക്ക് നിദാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരും കോടതി വിധി വെച്ച എന്റെ വിട്ടാസെ കാര്യം പറ. ഇവിടെ ആരെ കോടതി വെച്ച് പറഞ്ഞത്? ഇല്ല, ശിവശങ്കർ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനിയും പറയണോ? ശിവശങ്കർ ഇനിയും പറയാനുണ്ടോ? അല്ലല്ല, കോടതി വിധിയെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മതി. ഓക്കെ, അത് ശിവശങ്കർ ഇന്ന് വളരെ മോഡസ്റ്റാണ് എന്ന് മാത്രമല്ല, പിന്നെ രശ്മിതി എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാണ് ശിവശങ്കർ വളരെ മോഡസ്റ്റ് ആയിരിക്കണേ. എനിക്ക് ഉറപ്പാണ്. എൻ്റെ 2 സ്ത്രീകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എത്ര മര്യാദക്കാരാണ് മറ്റ് പുരുഷന്മാരെന്ന് വിചാരിക്കുക. അതാണ്. ആരെ ശിവശങ്കറിനെ BJP ആക്കിയത് രശ്മിതയാണോ? ഇതൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഷോയിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണോ ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിരിക്കൊണ്ടിരിക്കുകയാണ്. അത്ര കൺഫ്യൂഷൻ മൈ ലോഡ്. തിരിച്ചു വരാം. എനിവേ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ലക്ഷ്മിക്ക് അവസരം തരുന്നതാണ്. ഷാജി, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന മാധവ് ഗോഡ്ബോലെ, ഒരുപക്ഷെ നമ്മളിതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ആരോപണം ഉന്നയിച്ചിരുന്നത്? ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുമ്പോൾ മാധവ് ഗോഡ്ബോലെ എന്താണ് പറഞ്ഞിരുന്നത്? അതിലേക്ക് ഒന്ന് പോയി നോക്കാം. രണ്ടാമത്തെ പ്രമുഖ കർസേവകനാണ് രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞാണ് കേട്ടാ, ഹിന്ദുത്വ ശാക്തീകരണം അഴിച്ചുവിട്ടത് രാജീവ് ഗാന്ധി. അതുപോലെ തന്നെ മസ്ജിദിന്റെ പൂട്ട് തുറന്നതും ശിലാന്യാസ് അനുവദിച്ചതും മണ്ടത്തരം. 1989 രാജീവിന്റെ രാമരാജ്യ പ്രഖ്യാപനം, 92 മസ്ജിദ് തകർത്തത്. എസ് ബി ചവാന്റെ കീഴിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ആ വ്യക്തി പിന്നീട് രാജിവെച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ബാബറി റാം ഡിലേമ. ആ പുസ്തകത്തിലെ പ്രതിപാദനങ്ങളാണ്. ഷാജി, നമ്മൾ കുറച്ചും കൂടി ഈ ഒരു ടോപ്പിക്കിനോട് നീതി പുലർത്താൻ ആ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ ബ്രിട്ടാസെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഈ വിധിയെക്കുറിച്ച് ഞാൻ ഉന്നയിച്ച ഏക ആക്ഷേപം എന്ന് പറയുന്നത്, ദർ ഈസ് എ കംപ്ലീറ്റ് ലാക്ക് ഓഫ് ലോജിക് ഇൻ ദിസ് വേർഡിക്റ്റ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് ചലഞ്ച് ആൻഡ് എ മോക്കറി ഓൺ ദ ജൂറിസ്പ്രൂഡൻസ് ഓഫ് ദ കോർട്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ബ്രിട്ടാസ് കൊണ്ടുവന്ന ഈ ഇഷ്യൂവിനെക്കുറിച്ച് ഞാൻ ഒരു ചരിത്രത്തിലേക്ക് ഒരു ചെറിയ കാര്യം പറയാൻ പോവുകയാണ്. 1984 അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം അടക്കി വാണിരുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു. നമുക്കറിയാം, കമലാപതി ത്രിപാഠിയുടെ നേതൃത്വത്തിൽ ND തിവാരിയെ പോലുള്ള ഉത്തർപ്രദേശിലെ വൻമരങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് VHPയും ഒക്കെ കോൺഗ്രസിനെ ശക്തമായി എതിർത്തിരുന്ന ഒരു കാലമല്ലായിരുന്നു. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയം തങ്ങൾ ഉദ്ദേശിക്കുന്നതിലേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അടൽ ബിഹാരി വാജ്പേയിയെയും അതുപോലെ തന്നെ ലാൽ കൃഷ്ണ അഡ്വാനിയെയും അന്നത്തെ സംഘ് പ്രമുഖായിരുന്ന ബാലാസാഹബ് ദേവറസ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ഇതിൻ്റെ ദിശ മാറണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അപ്പോൾ നടന്ന ജമ്മു കാശ്മീർ അസംബ്ലി ഇലക്ഷനിൽ BJPക്ക് വൻ പരാജയം നേരിട്ടു. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം കോൺഗ്രസിലേക്ക് തന്നെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ട് പിന്നീട് വന്ന പാലംപൂർ അധിവേശനിൽ മന്ദിർ ഇഷ്യൂ BJPയുടെ രാഷ്ട്രീയ പ്രമേയമായി കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ടായി. ഇതിനുശേഷം ഞാൻ ചോദിക്കുന്ന, കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാട് ഇപ്പോൾ ഒരു പുനരാവർത്തനം പോലെ, പുനർവിചിന്തനം പോലെ, നമ്മളെന്തിനാണ് ഒത്തിരി ചരിത്രത്തിലേക്ക് പോകുന്നത്? ഇക്കഴിഞ്ഞ ടൈറ്റിൽ സ്യൂട്ടിനെ കുറിച്ച് സുപ്രീം കോടതി കൊടുത്ത വിധിക്ക് ശേഷം
രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാക്കളാണെങ്കിലും അവർ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ഗുജറാത്ത് ഇലക്ഷനിൽ പൂനൂൽ രാഷ്ട്രീയം നമ്മൾ കണ്ടതല്ലേ? രാധേ രാധേ എന്ന് കോൺഗ്രസിൻ്റെ MP-മാർ പോലും പാടുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ കോൺഗ്രസ്സിന് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് എല്ലാം ചെയ്തു എന്ന് പറയുന്നത് ചരിത്രത്തിൽ അല്ലെങ്കിൽ കാലത്തിന് വിരുദ്ധമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം പൊതുസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ BJP കോൺഗ്രസിൽ നിന്നും ഹിന്ദുത്വ രാഷ്ട്രീയം തട്ടിയെടുക്കുകയും അതിന് കുറച്ചുകൂടെ വലിയ മാനങ്ങൾ നൽകിക്കൊണ്ട് അതിനൊരു പോളറൈസേഷൻ പൊളിറ്റിക്സായി, അതിനൊരു ഡിവൈസീവ് പൊളിറ്റിക്സായി മാറ്റിക്കൊണ്ടാണ് കോൺഗ്രസിനെ വളരെ ഗുരുതരവും ഗഹനമായിട്ടുള്ള ചില അനുമാനങ്ങളാണ് ഷാജി നടത്തിയിരിക്കുന്നത്. ബിന്ദുവിന് പ്രതികരിക്കാനുണ്ടോ അല്ലെങ്കിൽ രശ്മിതിയിലേക്ക് ഞാൻ പോകും? ബിന്ദുവിൻ്റെ ഒരു ആദ്യത്തെ ചാൻസ് എന്താ? കാരണം വെച്ചാൽ ഇത് ബിന്ദുവിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തിയിട്ടുള്ള ഒരു ആരോപണമാണ്. ഞാൻ എന്തായാലും എൻ്റെ ആദ്യത്തെ നിരീക്ഷണം ഒട്ടും തെറ്റിയില്ലല്ലോ ശ്രീ ബിട്ടാസ്. ഹിന്ദുത്വയിലേക്ക് കോൺഗ്രസ് പോകുന്നു, അല്ലെങ്കിൽ ഇന്നലകളിൽ കോൺഗ്രസ് ഹൈന്ദവ തീവ്ര നിലപാടുകൾ എടുത്തു എന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രീ ഷാജി ശ്രമിച്ചത്. ഞാൻ ഉറപ്പിച്ചു പറയും, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഭാഷയ്ക്കും വേഷത്തിനും അതീതമായി ഭാരതീയരുടെ ഓരോ ആത്മാവും ഉൾക്കൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ്. അതിനെ മൃദു ഹിന്ദുത്വം എന്ന് ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയ എതിർദിശയിൽ ചിന്തിക്കുന്നവർ നോക്കി മനസ്സിലാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് രാധേ രാധേന്നോ രാമ രാമെന്നോ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ജപിക്കുന്നുണ്ട് എങ്കിൽ അത് ഹൈന്ദവ തീവ്ര നിലപാടല്ല. ഞാനും നാമം ചൊല്ലുന്ന ആളാണ്, എല്ലാവരും എല്ലാ വിശ്വാസവും പള്ളിയിൽ പോകുന്ന ആളാണ്. ആ എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയുടെ അവിശ്വാസികളായ ആളുകളുടെ താല്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിനെ ഹൈന്ദവൽക്കരിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ലാത്ത ഒരു നിരീക്ഷണമാണ്. അത് സ്ഥാപിത താല്പര്യത്തിൻ്റെ ഉൾപ്പെടുത്തിയ നിരീക്ഷണമാണ്. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ മൃതചരിത്രമാണോ എന്നതിനെക്കുറിച്ച്, ചരിത്രം ആവശ്യാനുസരണം അടയാളപ്പെടുത്തുവാൻ പലരും ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഈ ചർച്ചയിൽ ശ്രീ ബിട്ടാസ് കാണിച്ച ഉദ്ധരണികൾ തീർച്ചയായും കോടതിയിൽ നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായ റൂളിങ്സ് നമ്മൾ പ്രസന്റ് ചെയ്യുകയും അനുകൂലമല്ലാത്തത് സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യുന്നു. അത് തന്നെയാണ് ഈ ചർച്ചയിലും പല രീതിയിലുള്ള കൊട്ടേഷൻസ് കൊണ്ടുവരുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബാബറി മസ്ജിദ് തകർക്കുവാനുള്ള രാഷ്ട്രീയ മൂലധനം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ BJPക്ക് കൊടുത്തത് CPM ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല എങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമായ CPM-ന് പിന്നെ രാഷ്ട്രീയ പ്രസക്തി ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് CPM വ്യക്തമാക്കണം. 77-ൽ ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ അടിയന്തരാവസ്ഥയെ തുടർന്നാണ് എന്ന് അദ്ദേഹം അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും 1977-ൽ BJPയുടെ മുൻമുഖമായ ജനസംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചത് കൂട്ടുകെട്ടിൽ ഈ പറയുന്ന CPM-ഉം CPI-യും എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നു. 1989-ൽ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷിയായി ഇന്ത്യൻ ജനത തെരഞ്ഞെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആയിരുന്നു. പക്ഷേ ആ കോൺഗ്രസിന്റെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കം VP സിംഗും ചേർന്നുകൊണ്ട് BJPയുടെ പിന്തുണയോടുകൂടി VP സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയതിലൂടെയാണ് കൂടുതൽ രാഷ്ട്രീയമായൊരു ബാക്കിംഗ് സപ്പോർട്ട് BJPക്ക് കിട്ടിയും ഇന്ന് അതിനുശേഷം 92-ൽ ബാബറി മസ്ജിദ് തകർക്കുവാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ ബലം അവർക്ക് കിട്ടിയത്. ബിന്ദു ഉപയോഗിച്ച വാക്ക് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ബാബറി മസ്ജിദ് തകർക്കാൻ BJPക്ക് ലഭിച്ച രാഷ്ട്രീയ മൂലധനം വന്നത് NN കൃഷ്ണദാസിൻ്റെ പക്കൽ നിന്നാണ്. അതാണ് ബിന്ദു കൃഷ്ണ ഉപയോഗിച്ചത്. അതായത് രാഷ്ട്രീയ മൂലധനം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി ശിവശങ്കർ ഉപയോഗിച്ച രാഷ്ട്രീയ മൂലധനം പ്രദാനം ചെയ്തത് NN കൃഷ്ണദാസാണ്. കൃഷ്ണദാസേ, ശക്തി കേട്ടോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മൃദു ഹിന്ദുത്വത്തിൻ്റെ ഒരു അവസാനത്തെ അതിൻ്റെ ശാഖ വന്ന് നിൽക്കുന്നത് കേരളത്തിലൊരു നേതാവിനെയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വളരെ മാന്യനും ദീർഘകാലമായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള ഫസൽ ഗഫൂർ പറഞ്ഞു അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ തെളിവുകളുടെ പിൻബലമില്ലാതെ ഞാൻ പൊതു സദസ്സിൽ സംസാരിക്കാറില്ല. തെളിവുകളുടെ പിൻബലത്തിൽ ഞാൻ സംസാരിക്കും. ഇടയിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു തവണ ഞാനൊന്ന് പറഞ്ഞു. പ്ലീസ് പിന്നെ നമ്മളൊരു സൗഹാർദ്ദ ചർച്ചയല്ലേ ഇത്? ഈ കേരളത്തിലെ നമ്മൾ പഴയ കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് വർത്തമാനകാല കേരള രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ
CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരും നമ്മുടെ പോരാളി ഷാജി അടക്കമുള്ള സൈബർ സഖാക്കളും നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും തന്നെ എന്താ പറയാ ഹൈന്ദവ തീവ്ര വർഗീയത ഉള്ളവരാണ് എന്ന്. എല്ലാവരും BJP-യിലോട്ട് പോകുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ ഞങ്ങളുടെ കൊല്ലത്ത് വന്ന് രാഷ്ട്രീയ പ്രചരണ വേദികളിൽ മുഴുവൻ ഞങ്ങളുടെ MP അതേ ജയിച്ച ഉടനെ BJP പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ BJP ജയിച്ചു, BJP മന്ത്രിമാരായി, അവർ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നു. ഞങ്ങളുടെ ആരും പോയില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തലയെ നിങ്ങൾ ആക്രമിക്കുന്നു. ഇന്ന് കേരളത്തിൽ അല്ല ഞാൻ പറയാം, ഞാൻ അല്ല അത് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അവസാനിപ്പിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഫസൽ കപൂർ പറഞ്ഞ അവസാനത്തെ കേരളത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തെളിവുകളുടെ പിൻബലത്തിലല്ലാതെ പൊതു സദസ്സിൽ എൻ്റെ വാദഗതികൾ ഞാൻ അവതരിപ്പിക്കാറില്ല. എൻ്റെ വളരെ ബഹുമാനായിട്ടുള്ള സുഹൃത്താണ് രമേശ് ചെന്നിത്തല. ഞങ്ങൾ ദീർഘകാലം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ, ഞാൻ SFI, അദ്ദേഹം KUC ആവണ കാലം മുതലുള്ള സൗഹൃദമാണ്. ബിന്ദു, ഒറ്റക്കാര്യം വോട്ടുകളുടെ കണക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നു, രമേശ് ചെന്നിത്തല ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിലും അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണെങ്കിലും ഹരിപ്പാട് മണ്ഡലത്തിൽ, മാവേലിക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് BJP-യുടെ വോട്ട് നന്നായിട്ട് കുറയും. വേറെ ആരെങ്കിലും മത്സരിക്കുമ്പോൾ BJP-യുടെ വോട്ട് കൂടും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? രമേശ് ചെന്നിത്തല മത്സരിച്ചാൽ മാത്രം അവിടെ BJP-യുടെ വോട്ട് കുറയും, വേറെ ആരെങ്കിലും മത്സരിച്ചാൽ ആ മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് കൂടും. ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ഞാൻ തെളിവുകളുടെ പിൻബലത്തിൽ സംസാരിക്കുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത പോയിന്റിലേക്ക് വരിക. അടുത്ത പോയിന്റ്, ഒരു പോയിന്റ് എനിക്ക് അതിന് ഞാൻ മറുപടി പറയാം. കോൺഗ്രസിലെ VM സുധീരൻ, അല്ലെങ്കിൽ കോൺഗ്രസിലെ മുരളീധരൻ, VM സുധീരൻ, മുല്ലപ്പള്ളി, ഇവരാരെ പറ്റിയിട്ട് ഇത് പറഞ്ഞിട്ടില്ല. ഇത് രമേശിനെ പറ്റി പറയുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു അച്യുതാനന്ദ ഉണ്ട് രമേശിന്, അത് NSS ആയിട്ടാണ് എന്റെ അഭിപ്രായത്തിൽ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. RSS ആയിട്ട് അല്ല, NSS ആയിട്ട് അദ്ദേഹത്തിനുണ്ട്. നമുക്കറിഞ്ഞൂടെ താക്കോൽ സ്ഥാനത്തെ പറ്റിയുള്ള തല്ലെടുത്തു. അപ്പോ ആ നിലക്കാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണത് എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ വോട്ടുകളുടെ കണക്ക് കൃഷ്ണദാസ് അല്ല, NSS-നല്ല വോട്ട് കുറയുന്നത്, അവിടെ BJP-ക്കാ വോട്ട് കുറയുന്നത്. ഗഫൂർ സാഹിബേ, NSS-ഉം BJP-യും ഒക്കെ തമ്മിൽ ബന്ധമില്ലേ? അല്ല, അത് വേറൊരു പോയിന്റാ. ഞാൻ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രമേശ് ചെന്നിത്തല മത്സരിക്കുമ്പോൾ മാത്രം വോട്ട് കുറയും, വേറെ UDF-ന്റെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും BJP-ക്ക് വോട്ട് കൂടും. ഇത് തെളിവുകളുടെ പിൻബലത്തിൽ ഞാൻ സംസാരിക്കുന്നു. ഇനി എന്റെ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. മൃദു ഹിന്ദുത്വത്തിന്റെ, അതായത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ക്ലോസ് ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്ത പോയിന്റാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അടച്ചിട്ടിരുന്ന തർക്കഭൂമിയിൽ, അതായത് അയോധ്യ രാമജന്മഭൂമി സ്ഥലത്ത് അവിടെ ശിലാന്യാസം നടത്താനുള്ള അനുമതി കൊടുത്തത്. രണ്ടാമത് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അത് പൊളിച്ചത്. പൊളിച്ചതിന് ശേഷമുള്ള ലിബറാൻ കമ്മീഷൻ, ഇവിടെ ലിബറാൻ കമ്മീഷൻ നേരത്തെ വന്നപ്പോൾ വിട്ടാസ് പറഞ്ഞു പിന്നീട് വരാമെന്ന് പറഞ്ഞു. ലിബറാൻ കമ്മീഷൻ, മൻമോഹൻ ലിബറാൻ കമ്മീഷൻ 17 കൊല്ലത്തിന് ശേഷം 1000 പേജുള്ള റിപ്പോർട്ട് 2009 ഈ എൻ്റെ പ്രിയ സഹോദരി ബിന്ദു കൃഷ്ണയുടെ നേതാവ് 2ാം UPA സർക്കാർ മൻമോഹൻ സിംഗ് അധികാരത്തിലുള്ളപ്പോഴാണ് സമർപ്പിച്ചത്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ആ റിപ്പോർട്ടിൽ ഇവരെല്ലാവരും അവരെ കോൺസ്പിറസി നടത്തി RSS-മായി RSS ഗൂഢാലോചന നടത്തിയിട്ടാണ് ബാബറി മസ്ജിദ് തകർത്തത്. ജസ്റ്റിസ് ലിബറാൻ കമ്മീഷന്റെ 1000 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്ന റിപ്പോർട്ട് അംഗീകരിച്ച് ആക്ഷനിലേക്ക് പോകണം. വാട്ട് വാസ് യുവർ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് ഓൺ ലിബറാൻ കമ്മീഷൻ? ലിബറാൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അഭിഭാഷകയായിട്ടുള്ള രശ്മിതയ്ക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യേണ്ടി വരും. പക്ഷേ രശ്മിതയുടെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ലിബറാൻ കമ്മീഷൻ, അതിപ്പോൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നതാണ്, അതൊന്ന് കാണാം. വർഗീയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടവരുടെ പേരുകൾ ഓരോന്നും ജസ്റ്റിസ് ലിബറാൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അതായത് ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേരുകൾ കൃത്യമായിട്ട് പേരെടുത്തിട്ടാണ് ആ പരാമർശം നടത്തിയിരിക്കുന്നത്. LK അദ്വാനി ഉൾപ്പെടെ BJP-യുടെ മുതിർന്ന നേതാക്കൾക്ക് ആ റിപ്പോർട്ടിൽ സ്ഥാനം. UP മുഖ്യമന്ത്രി കല്യാൺ സിംഗും സഹമന്ത്രിമാരും തുടങ്ങി 68 കുറ്റക്കാരുടെ പങ്ക് കമ്മീഷൻ പ്രതിപാദിച്ചു. 68 പേര്.
UP ചീഫ് സെക്രട്ടറി VK സക്സേന, UP ആഭ്യന്തര സെക്രട്ടറി പ്രഭാത് കുമാർ, ഫൈസാബാദ് കമ്മീഷണർ SP ഗൗർ, ഫൈസാബാദ് DIG UP വാജ്പേയി തുടങ്ങിയവർ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത്. പള്ളി തകർത്തത് സംഘ് പരിവാർ നേതൃനിരയുടെയും UP മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും അറിവോടെ എന്ന് ജസ്റ്റിസ് ലിബ്രാൻ എഴുതി വെച്ചു. മുമ്പ് മറ്റൊരു സർക്കാർ ഈ നീക്കം പരാജയപ്പെടുത്തിയിരുന്നുവെന്ന്, അതായത് മുമ്പ് മുലായം സിംഗിന്റെ സർക്കാരിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചത്. സംഘ് പരിവാറിന്റെ ലക്ഷ്യസാധൂകരണത്തിനുള്ള അനിവാര്യ ഘടകമായിട്ടാണ് കല്യാൺ സിംഗ് സർക്കാർ പ്രവർത്തിച്ചതെന്നും ജസ്റ്റിസ് ലിബ്രാൻ റിപ്പോർട്ടിൽ പറയുന്നു. RSSനെ ഭരണഘടനാ അതീത അധികാര കേന്ദ്രമാക്കി മാറ്റിയത് കല്യാൺ സിംഗ് ആണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. ലക്ഷ്യം മുന്നിൽ കണ്ട് നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ ഇതിനു മുമ്പ് സ്ഥലം മാറ്റി പറ്റിയ പ്ലൈബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇംഗിതത്തിന് വഴങ്ങുന്നവരെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കല്യാൺ സിംഗ് കളവ് പറഞ്ഞു. രശ്മിത 17 വർഷത്തെ ലേബർ കൊണ്ട് 1000 പേജ്, കൃഷ്ണദാസ് പറഞ്ഞ 1000 പേജുള്ള ജസ്റ്റിസ് ലിബ്രാന്റെ റിപ്പോർട്ടിലുള്ള ഫൈൻഡിങ്സ് ആണ്. 48 എക്സ്റ്റൻഷൻ. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രതിനിധിക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ ഈ ചർച്ചയുടെ രീതി പോകുന്ന ഒന്നുണ്ട്. പരോക്ഷമായി ഈ പറയിൽ മസ്ജിദ് പൊളിക്കുവാൻ പിന്തുണ നൽകിയ പാർട്ടിയുടെ പ്രതിനിധിയെ കംപ്ലീറ്റ് ആയിട്ട് പ്രതിരോധത്തിലാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി അവിടെ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ യഥാർത്ഥ മാടമ്പള്ളിയിലെ യഥാർത്ഥ പ്രതി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സംതൃപ്തനുമാണ്. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം നിങ്ങളെ കുറിച്ചാ പറയുന്നത്. നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് പ്രതി. ലഡ്ഡു തന്നെയാണ്. ലഡ്ഡു തന്നെയാണ്. സംസാരിക്കില്ലല്ലോ ശിവശങ്കർ. രശ്മിത പറഞ്ഞോളൂ. 9 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോ ഇതിനകത്ത് പറയാനുള്ളത് ശ്രീമതി ബിന്ദു കൃഷ്ണ ഇത്രയധികം പ്രതിരോധത്തിലാക്കേണ്ട കാര്യമില്ല. കാരണം നേരിട്ട് ഇതിൽ പങ്കാളികളായിട്ടുള്ള കല്യാൺ സിംഗ് അടക്കമുള്ള കല്യാൺ സിംഗ് എന്തായിരുന്നു പറഞ്ഞത്? റോക്ക് തോ കൺസ്ട്രക്ഷൻ കാ ഥാ, ഡിസ്ട്രക്ഷൻ കാ തോടി ഥാ എന്നാണ്. അതായത് സ്റ്റേ എന്ന് പറയുന്നത് അവിടെ മന്ദിർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പള്ളി പൊളിക്കുന്നതിന് സ്റ്റേ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പൊളിച്ചതെന്നും 400 ചില്ലുവാനം വർഷങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കാൻ ഇതുകൊണ്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനൊക്കെ മറുപടി പറയേണ്ട ആൾ ഇന്ന് സമാധാനവാദിയായി നിൽക്കുകയാണ്. അല്ലെങ്കിലും സംഘപരിവാരത്തിന് അനുകൂലമായ വിധിന്യായങ്ങൾ വരുമ്പോൾ ഈ സമാധാന സ്നേഹികളൊക്കെ ഇങ്ങനെ BJP പ്രതിനിധികളായിട്ട് വരും. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു, ഞാൻ അദ്ദേഹത്തിന് എന്തോ ഉപകാരം ചെയ്തു എന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾക്ക് ഉപകാരം ചെയ്യാത്ത ആളാണ് ഞാൻ. അപ്പൊ അറിയാതെ ചെയ്ത ഈ ഉപകാരം ക്ഷമിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, സ്ഥാനത്തെത്തി അതുകൊണ്ടെന്ന് ആന്റി പറഞ്ഞാൽ മതിയോ? ആന്റി വലിയ അടിക്കാരനാണെന്ന് മറ്റുള്ളവർക്ക് കൂടി അങ്ങനെയൊക്കെ തോന്നണ്ടേ? സർ, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് ഒരു സ്ഥാനവും ഞാൻ നേടി തന്നിട്ടില്ല. അറിയാതെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് എന്നോട് ഈ ലോകം ക്ഷമിക്കട്ടെ. ഇനി ഈ കല്യാൺ സിംഗും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഒക്കെ അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് വന്ന ഈ കേസിൽ അവരുടെ വിഷ്വലുകളൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ്. വിക്രമാദിത്യന്റെ പുറത്തേറി എങ്ങനെയാണ് വേതാളം ആക്രോശിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ ആയിരുന്നില്ലേ മുരളി മനോഹർ ജോഷിയുടെ തോളിലേറിക്കൊണ്ട് ഉമാഭാരതി പറഞ്ഞത്? മസ്ജിദ് ഗിറാവോ എന്നും ഏകോർ ധക്കമാരോ എന്നും പറഞ്ഞത്. ആ മസ്ജിദ് പൊളിച്ചു കളയൂ, അത് പൊളിക്കുന്നവരോട് ഒരു ഇടി കൂടി കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. ആ ഇടിയേറ്റത് ഇന്ത്യയുടെ മത നിരപേക്ഷതയ്ക്കാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിനാണ്. ഇന്ത്യയുടെ ചരിത്രം ഇത്രയധികം മാറ്റി എഴുതിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇത്രയധികം ന്യൂ നോർമലുകളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളത്. ഈ അയോധ്യ വേർഡിക്റ്റിലെ അയോധ്യ എന്ന് പറയുന്ന BJPയുടെ തിരഞ്ഞെടുപ്പ് അജണ്ട നടപ്പിലാക്കിയതിനു ശേഷമാണ് ഇവർ തിരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാണ് എന്നുള്ള ഒരു ധാരണ ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ സമുദായത്തിനുണ്ടായതും ഇവർ പിന്നെയും അധികാരത്തിലേറി വരികയും ചെയ്ത്. ഇതിനകത്ത് രാജീവ് ഗാന്ധിയുടെയും നരസിംഹറാവുവിന്റെയും അരുൺ നെഹ്റുവിന്റെയും ഒക്കെ പങ്കാളിത്തം ഉണ്ട് എങ്കിൽ പോലും കൃത്യമായി ഇവരുടെ സംഘപരിവാരത്തിന്റെ ഉപജാപക ശാലകളിൽ വിരിഞ്ഞിട്ടുള്ള അവിടെ രൂപം കൊണ്ടിട്ടുള്ള തന്ത്രങ്ങളുടെ ഫലമായിട്ട് 1984 മുതലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അക്ഷീണ പ്രയത്നത്തിൽ
പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ മതേതര ഭൂപടം മാറ്റി എഴുതപ്പെട്ടത്. അങ്ങനെ ഇവർ അധികാരത്തിലേറി കഴിഞ്ഞിട്ട് ഓപ്പിയം കൊടുക്കുന്നത് പോലെ മനുഷ്യന്മാർക്ക് ഓപ്പിയം കൊടുത്തു പിന്നെയും മയക്കിയിട്ട് ഇന്നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മറച്ചുകൊണ്ട് നോക്കൂ, ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മിത്തുകളെ റീക്രിയേറ്റ് ചെയ്യാണ്. വിവാലമൂർത്തെ എന്ന് പറയുന്നത് പോലെ മൃതശരീരങ്ങളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഇവിടെ വിശക്കുന്ന മനുഷ്യന്റെ പട്ടിണി പോലും അവനെ കൊണ്ട് മറപ്പിച്ചുകൊണ്ട് മതത്തിന്റെയും രാമന്റെയും പേരിൽ ഇവർ പുതിയ സങ്കല്പങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര വൃത്തികേടാണ് ഇവർ ഈ ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളോട് ചെയ്യുന്നത്. ഇവരിങ്ങനെ ഇവരുടെ ഓപ്പിയം സ്ഥിരമായി ഭക്ഷിച്ച് ഇന്ത്യയിലെ ദരിദ്ര കോടികൾ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്ത് എന്ന് മറന്നു. ഇവരെ ഭയക്കുന്ന ഒരു ജുഡീഷ്യറി ഉണ്ട്. ഇന്ന് എനിക്ക് ശ്രീ ജോൺ ബ്രിട്ടാസിനോട് പറയുവാനുണ്ടായിരുന്നത്, ഈ ചർച്ചയിൽ നിങ്ങൾ വിളിക്കേണ്ട 2 പേർ എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞു നിൽക്കുന്ന BJP പ്രതിനിധിയും അതേപോലെ തന്നെ അബ്ദുള്ളക്കുട്ടിയും അതേപോലെ തന്നെ സയ്യിദ് മുനവർ അലി തങ്ങളുമായിരുന്നു. മുനവർ അലി തങ്ങളോട് നമ്മൾ ചോദിക്കേണ്ടതല്ലേ, അദ്ദേഹം ഇന്ന് ഈ വിധിന്യായം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിരാശ അറിയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. രശ്മിത ഒന്ന് പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. രശ്മിത നേരത്തെ പറഞ്ഞ, അതായത് ഈ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ മുരളി മനോഹർ ജോഷിയുടെ തോളത്തേക്ക് ചാഞ്ഞു കിടന്ന് ദക്കാവോർദോ ഞങ്ങൾ കണ്ടതാണ്. ആ ചിത്രം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഇപ്പോൾ താങ്കൾ പരാമർശിച്ച മുനവർ അലി തങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും രശ്മിത പരാമർശിച്ച ട്രോള് ഞാൻ കാണിക്കുകയാണ്. ട്രോളല്ല, അതായത് അദ്ദേഹം ഇട്ടിട്ടുള്ള പോസ്റ്റ്, അദ്ദേഹം ട്വിറ്ററിലിട്ട പോസ്റ്റാണത്. ആ പോസ്റ്റ് അദ്ദേഹം പിന്നീട് പിൻവലിച്ചു. ഇതല്ലേ രശ്മിത പറഞ്ഞത്? തീർച്ചയായിട്ടും ശ്രീ മുനവർ അലി തങ്ങളിനെ പോലെ സുസമ്മതനായിട്ടുള്ള ഒരു നേതാവിന് നിരാശ പോലും പ്രകടിപ്പിക്കാനാവാത്ത വിധത്തിൽ ഭയം ജനിപ്പിക്കുന്ന എന്ത് സാഹചര്യമാണുള്ളത്? അതൊക്കെ ഇഷ്യൂ ആക്കണ്ട എന്ന് അവർ തീരുമാനിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും അധികം നിലപാട് വ്യക്തമാക്കേണ്ട പാർട്ടി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസും കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആർജവം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു ചർച്ചയിലും ഞാൻ ഇതേ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നോക്ക്, CH എന്ന് പറയുന്ന ഒരു നേതാവുള്ള പാർട്ടിയായിരുന്നു ഇവരുടേത്. ആ CH ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ആർജവം കാണിച്ച നേതാവാണ്. ആ നേതാവ് പ്രതിനിധാനം ചെയ്ത പാർട്ടി ഇന്ന് രാമക്ഷേത്രം വന്നു കഴിഞ്ഞാൽ, അതും എങ്ങനെയുള്ള രാമക്ഷേത്രമാണ്? പുതുതായി ഏതെങ്കിലും പുതിയ സ്ഥലത്തുള്ള രാമക്ഷേത്രമല്ല, മറിച്ച് പള്ളി പൊളിച്ച് 2000-ഓളം പേരെ കൊന്ന ഒരു സംഭവം ഉണ്ടായിടത്ത് എല്ലാവിധ ആഘോഷങ്ങളോടും കൂടി 2ാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള പേരിൽ ഒരു ആഘോഷാഭാസം നടന്നു കഴിഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ച് അഖിലേന്ത്യാ കോൺഗ്രസിൽ തന്നെ നമുക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള നേതാവായിട്ടുള്ള അതിന്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി രാമക്ഷേത്രം വരുന്നതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചുമച്ചു പോലും പ്രതിഷേധം രേഖപ്പെടുത്തുവാനാകാത്ത ഇന്നത്തെ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ നിരാശയാണ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി എല്ലാവരും അടങ്ങിയിരിക്കണമെന്ന് സമാധാനകാംക്ഷികളായി പറയേണ്ടി വന്ന കൃത്യമായ രീതിയിൽ ഈ ജഡ്ജ്മെന്റിനെ ഒന്ന് വിമർശിക്കുവാൻ പോലുമുള്ള ആർജവം കാണിക്കുവാൻ സാധിക്കാതെ വന്നിട്ടുള്ള ആ സന്ദർഭം ഏതാണ് എന്ന് നമുക്ക് ഈ മുസ്ലിം ലീഗ് പ്രതിനിധികൾ ആരെങ്കിലും ഇരുന്ന് തന്നെ വേണ്ടേ പറയുവാനായിട്ട്. MES-ഉം മുസ്ലിം ലീഗും തമ്മിൽ കൃത്യമായിട്ടുള്ള ധാരണകളില്ല എന്ന് മാത്രമല്ല രണ്ടുപേരും പലപ്പോഴും വിയോജിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രേഖപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂറിന് അഭിപ്രായം പറയുവാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ എന്ത് രീതിയിലാണ് വന്നിരിക്കുന്നത്? അഭിഭാഷക എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയവും പറയുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കേൾക്കുവാൻ ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഒരു പ്രതിനിധിയുടെ ശബ്ദമാണ്. അവർക്ക് ഇന്നും ഈ കൂട്ടുകെട്ടിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. ഇവർക്ക് വേണ്ടി ഒന്ന് തുമ്മുവാൻ പോലും ആർജവമില്ലാത്ത ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് എത്രത്തോളം ലജ്ജാകരമായി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. കാരണം CH-ന്റെയും ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെയും ഒക്കെ പാർട്ടിയല്ലേ ഇത്. ഇവിടെ ഇവർ ഇന്ന് കൃത്യമായ ഒരു പ്രതികരണം കാണിച്ചില്ലെങ്കിൽ കമ്മത്തിന്റെ പ്ലാവില് കള്ളം വന്ന് ചക്കയിട്ടിട്ട് പോകുമ്പോഴൊക്കെയും പണ്ടാരം കൊണ്ടുപോയി തിന്നോട്ടെ എന്നുള്ള പ്രാക്കുകൾ മാത്രമായിരിക്കും ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൽ അവശേഷിക്കുക.
ഇവർക്ക് നാളെ ഈ മത ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുവാൻ എത്രത്തോളം അവകാശമുണ്ടാകും എന്നുള്ളതും ഇവർ തന്നെ ആലോചിക്കേണ്ടതാണ്. കൃത്യമായ നിരീക്ഷണമാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പ്രകടിപ്പിച്ചത്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് മത തീവ്രവാദത്തെ പിടിച്ചു നിർത്തുവാനും യുവാക്കളെ എൻഗേജ് ചെയ്യുവാനും സാധിച്ചത്. പക്ഷേ ചോര തിളച്ചോടുന്ന പ്രായത്തിലുള്ള യുവാക്കളെ പിടിച്ചു നിർത്തുവാൻ ഇനി നമ്മൾ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. ആരും തീവ്രവാദത്തിലേക്ക് തിരിയാതിരിക്കട്ടെ. അത് ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഈ ന്യൂനപക്ഷ തീവ്രവാദത്തെ നാം വളരെ ഭയപ്പാടോടുകൂടി തന്നെ രശ്മിത പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ഒരു പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂർ, എന്തുകൊണ്ടാണ് മുനവർ അലി തങ്ങളെ പോലുള്ള ആൾക്കാർ ഒരു ട്വീറ്റ് ഇട്ട ശേഷം അത് പിൻവലിക്കേണ്ടി വരുന്നത്? ആരെ ഭയന്നിട്ടാണ്? ആ ഒരു ഗതികേടിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോയോ? അല്ല, അത് കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഈ തങ്ങന്മാരെ അഭിപ്രായം ഒന്നും പറയൂല. അത് ഏത് തങ്ങളായാലും പാണക്കാട് ശിഹാബ് തങ്ങളായാലും അതായത് അവരെ എൻഗേജ് ചെയ്യാൻ പൊളിറ്റിക്കൽ ഒപ്പോണൻസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഏറ്റുമുട്ടലിന് അവർ പോകൂല. അതാണ് അവരുടെ ഒരു ഇതറിയാതെയാണോ മൂപ്പർ ട്വീറ്റ് ഇട്ടത്? അതല്ലെങ്കിൽ അവരെടുത്തുകൊണ്ട് ഇതറിയാതെയാണോ മൂപ്പർ ട്വീറ്റ് ഇട്ടത്? അതുകൊണ്ട് അതിന്റെ അർത്ഥം ലീഗിന്റെ പ്രതികരണം ഉണ്ടാവില്ല എന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നാളെ രാവിലത്തേക്കൊക്കെ എന്റെ പ്രതികരണം മാത്രമല്ല, എന്റെ കൂടെ 24 ചാനലിൽ ഉണ്ടായിരുന്നു PT മുഹമ്മദ്. വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. പിന്നെ രശ്മിത പറഞ്ഞതെന്ന് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് അല്ല ആക്ച്വലി ലീഗിന് ഈ ലെജിറ്റിമസി കൊടുത്തത്. കോൺഗ്രസ് നമുക്കറിയാം പണ്ട് EMS ലെജിറ്റിമസി കൊടുത്തത് 1967 ആദ്യമായിട്ട് ഒരു മന്ത്രിസഭയിലൊക്കെ ഇന്ത്യയിൽ തന്നെ കാര്യമായിട്ട് വരുന്നത്, കാര്യപ്പെട്ട പോസ്റ്റൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോ അത് അങ്ങനെ ന്യൂനപക്ഷ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ പറഞ്ഞ മാതിരി കമ്മ്യൂണിറ്റി പാർട്ടി, ഒരു കമ്മ്യൂണിറ്റി പാർട്ടി എന്നുള്ള നിലക്ക് ആ പാർട്ടി ഒരു തീവ്രവാദമായിട്ട് ലൈൻ എടുക്കൂല. അതാണ് അതിന് സഭ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് അതിൽ കാര്യം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ വളരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോയിപ്പിക്കണേ, കുറെ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ അവരൊക്കെ വേറെ വഴിക്ക് പോകും. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. അത് പിന്നെ ഈ രാജ്യത്ത് തന്നെ ഒരു ദുരന്തമായി മാറും. നമ്മുടെ രാജ്യത്തിന് വരാൻ പോണ ഒരു ദുരന്തമാണ്. വേറെ ഒന്നും ഉണ്ടല്ല, 10-20 കോടി ജനങ്ങൾ. അപ്പൊ അവരെങ്ങനെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫാക്റ്റാണ്. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ത്യ സബ് കോണ്ടിനെന്റിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, വിഭജനത്തിന്റെ വർഗീയ ലഹളകൾക്ക് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ പേര് പറഞ്ഞത് അഹമ്മദാബാദ് 10,000 പേര് കോൺഗ്രസ് മുഖ്യ ഹിതേന്ദ്ര ദേശായി. ബാഗൽപൂർ മുഖ്യമന്ത്രി സത്യേന്ദ്ര നാരായൺ സിൻഹ മരിച്ചത് 8,000 പേര്. മൊറാദാബാദ് മുഖ്യമന്ത്രി VP സിംഗ് മരിച്ച 12,000 പേര്. PACയുടെ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഗോദ്ര അല്ലെങ്കിൽ അഹമ്മദാബാദ്, അവിടെ മരിച്ചു 10,000 പേര്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ വർഗീയതകൾ അവിടെ മുസ്ലിമുകളും കാരണക്കാരനല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്റെ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഫാക്ട്സ്, ഗോദ്രയില് ആരാണ് ഉത്തരവാദി എന്നുള്ള. പക്ഷെ അതിന്റെ മൊത്തം ഇത് കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ക്ഷതമേക്കുന്നു ഈ റൈറ്റ്സിൽ നിന്നാണ് വരുന്നത്. ബോംബെയിൽ നമുക്കറിയാം ശ്രീകൃഷ്ണ സിൻഹ റിപ്പോർട്ട് ഞാൻ പറഞ്ഞുതരാം. ബീഹാറിൽ മുംഗേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറയുന്നത്, ബോംബെയിൽ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗോദര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു കോൺഗ്രസ് MP-നെ പട്ടപകല് കൊന്നിട്ട്, മനസ്സിലല്ലേ, അഹ്സാൻ ജാഫറിനെ കൊന്നിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. നത്തിങ് ഈസ് ഹാപ്പനിങ്. അഹ്സാൻ ജാഫറിയുടെ ഭാര്യ നീക്ക് വേണ്ടി അലയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ഇല്ലാതാക്കണം. അതാണ് എന്റെ ഒരു അഭ്യർത്ഥന. ആ ഒരു പീസ്, നമുക്ക് സമാധാനം വേണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ. നിങ്ങൾ രണ്ട് കാര്യം കൂടെ പറഞ്ഞു ഡോക്ടർ ഫസൽ ഗഫൂർ. രണ്ട് കാര്യം നിങ്ങൾ പറയുന്നു. നിങ്ങൾ രണ്ട് കാര്യം പറയുന്നു. ലൈൻ എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങൾ പറയുന്നു അതായത് തുടർച്ചയായിട്ട് മുസ്ലിങ്ങൾ ഇവിടെ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു സമാധാനം വേണമെന്ന് പറയുന്നു. മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ തീവ്രവാദികളാകൂ എന്ന് പറയുന്നു. കറക്റ്റ്. അതാണല്ലോ അത് ന്യായമാണല്ലോ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞത് വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ബേസിസിൽ ഞാൻ പറഞ്ഞത്, ഇൻക്ലൂഡിംഗ് ദ ബുക്ക് റൈറ്റ് ആഫ്റ്റർ റൈറ്റ് റിട്ടൺ ബൈ ദ നൗ BJP ലീഡർ. എനിക്കറിയില്ല ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ വാക്കുകളെ എങ്ങനെയായിരിക്കും PR ശിവശങ്കർ കാണുന്നതെന്ന്. PR ശിവശങ്കർ, നിങ്ങൾ ഇവരുടെ ക്ഷമയെ പരീക്ഷിച്ച് അവരെ പ്രകോപിപ്പിച്ചിട്ട് വേറെ തരത്തിലേക്ക് വിടാൻ പാടില്ല. ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെ വളരെ സമാധാന പ്രേമിയായിട്ട് ഒരാളുടെ മനസ്സിൽ പോലും ഒരു തീകോളം പോലെ ഒരു പ്രതിഷേധം ഇങ്ങനെ ആളി കാത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നോക്കേണ്ട ഒരു സംഭവമില്ലേ? ഞാൻ സുരക്ഷിതമാണ്. നിങ്ങൾ എവിടെ സുരക്ഷിതമാണ്? എന്തുകൊണ്ടാണ് സുരക്ഷിതം? കൃഷ്ണദാസേ,
ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ ഇവിടെ സുരക്ഷിതമാണെന്ന്. CPM അല്ല CPM ഉള്ളതുകൊണ്ടാണെന്ന് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? അല്ലല്ല ഞാൻ നിങ്ങൾ ഇവിടെ പ്രതിപക്ഷം അല്ല ഇവിടെ കോൺഗ്രസും CPM ആണല്ലോ ഏറ്റുമുട്ടുന്നത്. ഫസൽ ഗഫൂർ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു തുരുത്തെങ്കിലും രക്ഷിക്കാൻ സഹായിക്കുക. ഈ ഒരു തുരുത്തെങ്കിലും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കൈരളി സ്റ്റുഡിയോയിലുള്ള സ്ഥിതിക്ക് സുരക്ഷിതമാണെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു തുരുത്തെങ്കിലും രക്ഷപ്പെടട്ടെ. രശ്മിത എന്താണ് പറയാൻ പറഞ്ഞത്? പറഞ്ഞോളൂ. അതെ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേവലം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന ആശങ്കയല്ല. ഇന്ത്യയിലെ ജനാധിപത്യ വാദികളായിട്ടുള്ള എല്ലാവർക്കും ഈ ഹർട്ട് ഫീലിംഗ് ഇന്നുണ്ട്. എനിക്കുണ്ട്, ജോൺ ബ്രിട്ടാസിനുണ്ട്, ഫസൽ ഗഫൂറിനുണ്ട്, കൃഷ്ണദാസിനുണ്ട്, ബിന്ദു കൃഷ്ണയ്ക്കുണ്ട്, ഷാജിക്കുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോ നമ്മുടെ സഹോദരനായിട്ടുള്ള ശിവശങ്കരൻ പോലും ഉണ്ടായേക്കാം. പിന്നെ രണ്ട്, ഈ ചർച്ച പോകുമ്പോ പരദൂഷണമായിട്ട് കാര്യങ്ങൾ പോകരുത്. അതിന്റെ ഒരു കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ AICC ഓഫീസിലേക്ക് AKG ഭവനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറയുവാണെങ്കിൽ ഒന്ന് തിരിച്ചു ചോദിക്കാനുണ്ട്. ഈ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി എല്ലാ ഫെസ്റ്റിവൽ ഒക്കേഷനിലും പുതിയ വസ്ത്രവും മധുരപലഹാരങ്ങളും മോഡിക്കാണല്ലോ കൊണ്ടു കൊടുക്കുന്നത്. പുറമെ അവർ ഇവിടെ നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോകുമ്പോൾ അവർ തന്നെ ഇറങ്ങി നിന്ന് തടയുന്നു. അതുമൊക്കെ സ്റ്റണ്ടാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണോ ഇങ്ങനെയുള്ള ആരോപണം ഉണ്ടാക്കുന്നത്? ഫാഷിസം എന്ന് പറയുന്ന ഒരു കാര്യം, അത് ക്യാപിറ്റലിസം പ്ലസ് മർഡർ ആണ്. മർഡറുകളിലൂടെ അധികാരത്തിലെത്തിയ നിങ്ങൾ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വഴിവെച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഫാഷിസ്റ്റുകളായി നിങ്ങൾക്കെതിരെ സാധ്യമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും ഉപയോഗിച്ച് തന്നെ പോരാടിക്കൊണ്ടിരിക്കും. കാരണം അമേരിക്കയിൽ ഫാഷിസം വരുന്നതിനെ കുറിച്ച് പറഞ്ഞത്, ഫാഷിസം അമേരിക്കയിൽ എത്തുകയാണ് എങ്കിൽ അത് പതാകയിൽ പൊതിഞ്ഞും കയ്യിൽ ഒരു ക്രോസ് പിടിച്ചുമായി എന്നാണ്. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ തീവ്രദേശീയതയും അതേപോലെ തന്നെ രാമന്റെ വിഗ്രഹവും പിടിച്ചാണ് എത്തിയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം നിരവധി കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഗാന്ധിവധം തൊട്ടുള്ള പാപങ്ങളുടെ പങ്കിലമായിട്ടുള്ള കൈയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഇവിടെ ഹൈന്ദവ രാഷ്ട്രം പോലും സ്ഥാപിക്കാനല്ല, മറിച്ച് അദ്വാനിക്കും അദാനിക്കും ഒക്കെ സഹായം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റലിസം പ്ലസ് മർഡർ എന്ന് പറയുന്ന ഫാഷിസത്തെയാണ് നിങ്ങൾ പിന്താങ്ങുന്നത്. അതുകൊണ്ട് അതിനെതിരെ ഇനിയും AKG ഭവനിൽ നിന്നും AICC ഓഫീസിലേക്കോ ഒക്കെ പോയി സാധ്യമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഭൂരിപക്ഷ ഭീകരവാദത്തെ എതിർക്കുക തന്നെ ചെയ്യും. ഭൂരിപക്ഷ സമുദായത്തിൽ ജനിച്ച ആളാണ് എങ്കിൽ പോലും എനിക്ക് പോലും ഇത്രയധികം ദുസ്സഹമാകുന്നു എങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. കേവലം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കല്ല വിഷമം ഉണ്ടായിട്ടുള്ളത്, മറിച്ച് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യവാദികളായിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ ദിവസം അങ്ങേയറ്റം വിഷമമാണ്. എങ്ങനെയാണോ November 9 എല്ലാവർക്കും വിഷമമായത്, അതിലും വിഷമം ഉണ്ടാകുന്ന, നിരാശാബോധമുണ്ടാകുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. ഓക്കെ രശ്മിത, ശിവശങ്കറിന് അവസരം കൊടുക്കുക. എന്താ കാരണം വെച്ചാൽ ശിവശങ്കർ കൊലപാതകം പ്ലസ് ക്യാപിറ്റലിസം, ഫാഷിസത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് രശ്മിത പറഞ്ഞത്. ശിവശങ്കർ, ഇത് കേവലം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു ദുഃഖത്തിൻ്റെ ദിവസമാണെന്നാണ് രശ്മിത പറയുന്നത്. ശിവശങ്കർ. ബ്രിട്ടാസ് ജി, ഒരു വലിയ വിഷമമുള്ള ദിവസം എനിക്കിന്ന്. കാരണം ഇത്രയേറെ കഴിവുള്ള, ഈ ലോകത്തിലെ സകല കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ല, എല്ലാത്തിനെയും ഉപദേശിക്കാൻ കഴിവുള്ള, സർവ്വ രാഷ്ട്രീയ പാർട്ടികളെയും വിജയിപ്പിക്കാൻ ഒക്കെ തന്ത്രമുള്ള ആളുകളെ എൻ്റെ സുഹൃത്തുക്കൾ ബിന്ദു കൃഷ്ണജിയും അതേപോലെ നമ്മുടെ കൃഷ്ണദാസേട്ടനൊക്കെ എടുക്കാത്തത്? എന്നോട് യോജിക്കില്ല, പോട്ടെ. ഞാൻ ഒരു കയ്യിൽ രാമവിഗ്രഹവും ഒരു കയ്യിൽ എന്താണ്ടൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഒന്ന് എടുക്കൂ, ഒന്ന് ഉപദേശം സ്വീകരിക്കൂ, നിങ്ങളും കൂടെ ഒന്ന് ശരിയാവൂ. നിങ്ങളെന്താ നന്നാവാത്തത്? ഈ ഉപദേശമൊക്കെ ഒന്ന് കേട്ടൂടെ നിങ്ങൾക്ക്? രണ്ടുപേരും ആരെങ്കിലും ഒന്ന് എടുക്കൂ, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ BJP ഞങ്ങളെ ഉപദേശിക്കുക, ബംഗാളിൽ ഒന്നാമതാണ് ഞങ്ങളെ വളർത്തിയതെന്നാണ് ഇവിടെ തർക്കം. ബിന്ദു കൃഷ്ണജി പറയും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചോദ്യം അവരൊന്നാകുമ്പോഴും ഞങ്ങളെ വളർത്തുകയാണല്ലോ. അതിനുത്തരം ഒന്നേ ഇവർക്ക്. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ നിങ്ങളെ, ഒരു മിനിറ്റ്.
ഇവർക്ക് സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വളരെ ഈസി ആയിട്ട് ഈ കോൺഗ്രസ് പാർട്ടി പാവം കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിടുന്ന ആൾക്കാരെ കർണാടകയിലും മധ്യപ്രദേശിലും ഒക്കെ ചെന്ന് വിലക്കെടുക്കേണ്ടി വരുന്നതും അവർക്ക് റിസോർട്ടുകളിൽ മുടക്കാനായി ഒരുപാട് പണച്ചെലവ് വരുന്നതും ഒക്കെ. ഈ കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിന് ഒരിക്കലും വിശ്വാസമില്ല അഖിലേന്ത്യാ പാർട്ടി അവർക്ക് വളരാൻ പറ്റുമെന്ന്. ഇത്രയധികം ലേബർ സ്ട്രെങ്ത് ഉള്ള, ഇത്രയധികം കർഷകരുള്ള ഈ രാജ്യത്ത് CPM വിശ്വസിക്കുന്നില്ല അവരൊരു അഖിലേന്ത്യാ പാർട്ടിയാണെന്നുള്ളത്. ആ രോഗം കോൺഗ്രസിനെയും ഗ്രഹിച്ചു കഴിഞ്ഞു. ഇത് മാത്രമാണ് ഇവരുടെ പ്രശ്നം. ഉശിരുള്ള നേതൃത്വമുണ്ട്, കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ചോദ്യം വളരെ ആപ്റ്റായി. ഹാറ്റ്സ് ടു യു. ഓക്കെ, ശിവശങ്കറിന് പിന്നെ ഒരു സല്യൂട്ട് തന്നിട്ടിരിക്കുകയാണ് രശ്മിത. അതെ, ഈയിടെയായിട്ട് കുറെ കിട്ടുന്നുണ്ട്. ഞാൻ മിതവാദിയാണ്. അത് serious ആയിട്ട് എടുത്തോണ്ട് ഞാൻ ചോദിച്ചു. കാര്യമുണ്ടോ എന്തോ എന്നിരിക്കട്ടെ, സെല്യൂട്ട് പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ അല്ല, ഞാനപ്പോൾ ഞങ്ങളുടെ BJP വളർത്തുകയാണല്ലോ ഇവർ രണ്ടുപേരും. എനിക്ക് വേറൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്, കൃഷ്ണദാസ് ജി, എനിക്ക് നിങ്ങൾ ബാക്കി എല്ലായിടത്തെ വോട്ട് പോട്ടെ, പേഴ്സണലായിട്ട് എടുക്കരുത് കേട്ടോ. താങ്കളുടെ വാർഡ് എനിക്ക് തോന്നുന്നത് 15ാം വാർഡായിരിക്കും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലല്ലേ. കഴിഞ്ഞ തവണ BJPക്ക് 697 വോട്ട്, കോൺഗ്രസിന് 76, CPMന് 218. എപ്പോഴും 218 വോട്ടായിരുന്നല്ലോ അല്ലേ 1995ലും 96ലൊക്കെ. ആര് ഭരിച്ചാലും കൃത്യമായിട്ട് വോട്ട് കിട്ടുമല്ലോ. എവിടെയാണ് ഈ നിയമത്തൊക്കെ BJPക്ക് CPMൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല, എത്ര കുറഞ്ഞു? അപ്പോൾ ഒരു ഭാഗത്തെ വോട്ട് എങ്ങോട്ടെങ്കിലൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പറയരുത്. അത് രാഷ്ട്രീയമായി കൈരളിയുടെ ചാനലൊക്കെ കാണുന്നത് കുറച്ചും കൂടി രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള കുറേ നല്ല ചെറുപ്പക്കാരുണ്ട്. അവരെയൊന്നും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കൾ ശ്രമിക്കരുത്. അതൊന്നും ഒരു ശരിയായ നടപടിയല്ല. പിന്നെ ഇവിടെ എങ്ങനെയാണ് തീവ്രവാദം, എവിടെയാണ് ഏറ്റവും വലിയ വർഗീയ ലഹളകൾ നടന്നത്? ഡേറ്റ് എടുത്ത് നോക്കൂ. BJP ഭരിച്ച ഈ അവസാനത്തെ 6 വർഷത്തിലാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും 6 വർഷം കോൺഗ്രസിൻ്റെ എടുത്ത് നോക്കൂ. ഏത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വർഗീയ ലഹള നടന്നത്? അവിടെയൊക്കെ എത്രയൊക്കെ മോശമായ രീതിയിലാണ് അവിടുത്തെ ഭരണകൂടം പെരുമാറിയതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് മുസ്ലിം വർഗീയ ലഹളകൾ മാത്രമല്ല, സിഖുകാരെ കൊന്നതും നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വർഗീയ ലഹളകൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം BJPയുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുന്ന രാഷ്ട്രീയവും എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്ത് നയമാണെന്ന്. പിന്നെ ഇങ്ങനെയെല്ലാം ആയാൽ ഞങ്ങളുടെ കുട്ടികൾ തീവ്രവാദികളാകും. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പല അസ്ത്രങ്ങൾ ഇനി ആവനാഴിയിലുണ്ട്. ആവനാഴിയിൽ നിന്ന് അസ്ത്രങ്ങൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമെന്ന് CIAയിൽ ഒരു വലിയ നേതാവ് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. ഇനി ഏതൊക്കെ അസ്ത്രമാണാവോ? പക്ഷെ ഇത്തരത്തിലുള്ള അസ്ത്രം എടുക്കാൻ എതിർക്കേണ്ടത്. ശിവശങ്കരൻ, ഞാൻ അർജുനല്ല, അഭിമന്യുവല്ല, അശ്വത്ഥാമാവുമല്ല അസ്ത്രം എടുക്കാനായിട്ട്. ഒരു മലയാള ഭാഷയിലെ ഒരു പദപ്രയോഗമാണ് അസ്ത്രം എന്ന് പറയുന്നത്. ആവനായിട്ടുള്ള എല്ലാ അസ്ത്രവും ഞാൻ ശിവശങ്കരനെതിരായിട്ട് ഈ കൈരളി ചാനലിലെ ഡിബേറ്റിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത ലാൽകൃഷ്ണ അദ്വാനിയുടെ രൂപമായിരിക്കും മലയാള ഭാഷ അറിയാത്തവൻ പ്രചരണം ഞാൻ പ്രതികരിക്കാൻ പോയിട്ടില്ല. ഇപ്പൊ ശിവശങ്കർ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നു. ഞാൻ അങ്ങാന്നും പറഞ്ഞില്ല. ഇതൊക്കെ മലയാള ഭാഷ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാനത് അറിയപ്പെടുന്ന ന്യൂറോളജിസ്റ്റാണോടെ, അല്ലാതെ എന്റെ പണിയാണോ ഈ പണിക്ക് നടക്കുന്നത്? ഭാഷ പറയും. ഇപ്പൊ പെട്ടെന്ന് ഞാൻ തമാശയിൽ ഒരു സാധനം എന്നൊരു വാക്ക് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. അതിലപ്പുറത്തൊന്നുമില്ല. എന്റെ അടുത്ത സുഹൃത്താണ് അബ്ദുള്ള കുട്ടി. ഇതൊക്കെ ഒരു ചർച്ചയിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നു. ദുരുദ്ദേശപരമായിട്ട് ഉപയോഗിക്കുന്നില്ല. വാളും കൊടുവാളും എടുത്ത് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനും അത് തന്നെ പറയണേ. അങ്ങനെ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശരിയല്ല. നമുക്കെല്ലാം ജനാധിപത്യ വിശ്വാസം വേണം. ഒരു സമൂഹത്തിലും ഇവിടുത്തെ ഗവൺമെൻറ്റിലും, അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്ത് നമ്മളുടെ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ വോട്ടിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സമൂഹത്തെ, ആ ഭരണാധികാരിയെ, ആ ഭരണകൂടത്തെ തിരുത്തുവാനുള്ള അധികാരവും ആ ജനാധിപത്യ ബോധവുമാണ് അങ്ങയെപ്പോലുള്ള ആളുകൾ പടർത്തേണ്ടത്. അതാണ് അങ്ങ് അസ്ത്രമെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അതാണ് അദ്ദേഹം വിശ്വസിച്ചതും എന്ന് ഞാൻ കരുതുന്നു. മതിയോ സാർ? ഐ തിങ്ക് ഐ ക്ലിയർ ഇറ്റ്. ശിവശങ്കർ അങ്ങനെ ക്ലിയർ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തീർപ്പല്ലല്ലോ ഈ ചർച്ച എന്ന് പറയുന്നത്. ഫസൽ ഗഫൂറും ശിവശങ്കറും കൂടി ഒത്തീർപ്പാക്കിയാല് ഒത്തീർപ്പാകുന്ന വിഷയമല്ലോ ഇത്. അങ്ങനെ ഒത്തീർപ്പാക്കാൻ പറ്റില്ല. അല്ലല്ല, അതല്ലല്ലോ ഒത്തീർപ്പ്. ഇപ്പൊ ഫസൽ ഗഫൂറിനെ
ഫസൽ ഗഫൂറിനെ ശിവശങ്കറെ പേടിപ്പിച്ചിട്ട് ഒത്തീർപ്പ് കൊണ്ടുവരുവാണ്. ഫസൽ ഗഫൂറിനെ പേടിപ്പിച്ച് ശിവശങ്കർ ഒത്തീർപ്പ് കൊണ്ടുവരുവാണ്. ഇതാണ് പ്രശ്നം. അല്ലല്ല ഞാൻ ഒരു കാരണവശാലും 9:30 വരെ നിങ്ങൾക്കിടയിൽ ഒത്തീർപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ മുകളിലിരിക്കണ 4 പേര്, ഈ ടിവിയുടെ മുകളിലിരിക്കുന്ന 4 പേര് ഞങ്ങൾ തമ്മിൽ ഒത്തീർപ്പാവരുത്. ഒറ്റ ആഗ്രഹമുള്ളൂ. ഇത് ഒത്തീർപ്പായ കഴിഞ്ഞല്ലോ, ഈ പണി കഴിഞ്ഞല്ലോ, ചർച്ചയും കഴിഞ്ഞു. അല്ല ഇവിടെ ശിവശങ്കർ അല്ല, ഒരുപക്ഷെ ഈ ചർച്ച സൂക്ഷ്മമായി കാണുന്ന ആൾക്കാരറിയാം. ശിവശങ്കർ ഫസൽ ഗഫൂറിനെ നിശബ്ദനാക്കുകയാണ് ചെയ്തത്. ഡോക്ടർ ഫസൽ ഗഫൂർ നിശബ്ദനായി. ഡോക്ടർ ഫസൽ ഗഫൂർ എന്താ നിശബ്ദനായി? ഞാൻ നിശബ്ദനായിട്ടില്ല. താങ്കൾ നിശബ്ദനായി. താങ്കൾ പല കാര്യങ്ങളും നിശബ്ദനായി. താങ്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിശബ്ദനായി. മുനവർ അലി താങ്കൾ ട്വീറ്റ് പിൻവലിച്ചതിനെ കുറിച്ച് നിശബ്ദനായി. താങ്കൾ PR ശിവശങ്കർ താങ്കളെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ താങ്കൾ നിശബ്ദനായി. താങ്കൾ അതുവരെ എന്താ പറഞ്ഞത്? ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളിലെ ചെറുപ്പക്കാർക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ സമാധാനം വെടിയേണ്ടി വരുമെന്ന് പോലും താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറെ ബിട്ടാസിന്റെ വാക്കേട്ട് വീഴരുത്. വീണ്ടും ഭീഷണി, വീണ്ടും ഭീഷണി, വീണ്ടും ഭീഷണി. മറുപടി പറയാം ഡോക്ടറെ. അല്ല കേക്ക്, മറുപടി പറയാം. വീണ്ടും ഭീഷണി, തമ്മിൽ തല്ലിപ്പിക്കാനുള്ള പണിയാണ്. വീണ്ടും ഭീഷണി. ബ്രിട്ടാസേ ഒരു വാക്ക്. ഭാരതീയ ജനതാ പാർട്ടിയെ കുഴപ്പമില്ല, നമുക്ക് എതിർക്കാം, നമ്മുടെ എതിരാളിയായിട്ട് കണക്കാക്കാം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ അറിയോ? ഇന്ത്യയിലെ സെക്കുലർ വോട്ട് ചിഹ്ന ഭിന്നമായി പോകും. പ്രാദേശിക പാർട്ടികൾ, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ ഉണ്ടായ പാർട്ടികൾ അവർ കുടുംബ സദസ്സുകളായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ അവരെല്ലാവരും ന്യൂഡൽഹിയിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യസഭയിൽ ഒരു വോട്ട്, അല്ലെങ്കിൽ ബാബരി മസ്ജിദിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ലോകസഭയിലെ വോട്ട്, നിങ്ങൾക്ക് എത്ര പാർട്ടിനെ വിശ്വസിക്കാൻ പറ്റും? CPM-ന്റെ കാര്യം ഞാൻ CPM-നോട് ചോദിക്കുകയാണ്. നിങ്ങളൊരു ഇതിന്റെയൊക്കെ ഒരു കോർഡിനേറ്റർ എന്നുള്ള ആൾക്ക്, ഹരികിഷൻ സിംഗ് സുർജിത്തിന്റെ കാലഘട്ടത്തിലെ CPM ഒരു കോർഡിനേറ്റിംഗ് പാർട്ടി. ഇപ്പോഴത്തെ വോട്ടൊന്നും ലോകസഭ നോക്കണ്ട. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ശങ്കരൻ പറഞ്ഞ മാതിരി ജനാധിപത്യത്തിന്റെ പാത പിന്തുടർന്നൂടെ എന്ന് നമുക്ക് പറ്റുമോ? വോട്ടിൽ ജയിച്ചൊന്ന് ആ അസദുദ്ദീനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബീഹാറിൽ 50 കാൻഡിഡേറ്റാണ് നിർത്തിയിരിക്കുന്നത് RJD അലയൻസിനെതിരായിട്ട്. വിശ്വസിക്കാൻ പറ്റുമോ ഈ ഇലക്ഷനിൽ? അതേമാതിരി തന്നെ നമുക്ക് TRS-നെ വിശ്വസിക്കാൻ പറ്റുമോ? YSRCP-നെ വിശ്വസിക്കാൻ പറ്റുമോ? രാജ്യസഭയിൽ വോട്ടിംഗ് നടക്കുമ്പോൾ ബിജു ജനതാദളിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതെല്ലാം സെക്കുലർ പാർട്ടികളാണ്. ഇവർക്കാണ് ഈ മുസ്ലിമുകളുടെ വോട്ട് ചെയ്യണൊക്കെ. അവർ CPM ഇല്ല അവിടെ. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ പ്രശ്നം കിടക്കുന്നത്. ആകെ ബാക്കി കിടക്കുന്നത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു പാർട്ടിയെയും നമുക്ക് തുറന്ന് വിശ്വസിക്കാൻ പറ്റില്ല. സമാജ്വാദി പാർട്ടി മാറ്റി പറഞ്ഞില്ലേ? പ്രതീക്ഷിക്കാത്ത കോർണറിൽ നിന്ന് സപ്പോർട്ട്. അതായത് ബിന്ദു കൃഷ്ണയെ മാത്രമേ ഇന്ന് ഡോക്ടർ ഫസൽ ഗഫൂറിന് വിശ്വാസമുള്ളൂ. കൃഷ്ണദാസിനോട് പോലും വിശ്വാസമില്ല. ഇത് ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ വാക്കുകൾ മാത്രമല്ല, ഇന്നത്തെ വിധി അടക്കം കാണുന്ന ഓരോ ദിവസവും സംഘപരിവാർ ശക്തികളുടെ ആക്രമണം കാണുന്ന ഓരോ ഇന്ത്യക്കാരനും മതേതര ജനാധിപത്യവാദികൾ അവരുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരുന്ന രൂപം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേത്. കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പലപ്പോഴും RSS അല്ലെങ്കിൽ BJP രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശക്തി കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അനുഭവങ്ങളിലൂടെ വിലയിരുത്തിയാൽ മനസ്സിലാകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ ശിവശങ്കർ നേരത്തെ ചർച്ചയുടെ ഭാഗം വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട നെഹ്റുജി അടക്കം വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഒരു ദ്വയാർത്ഥം വെച്ചിട്ടോ എന്തോ ഒരു മുന വെച്ചോ ഒക്കെ സംസാരിച്ചു. ശ്രീ ശിവശങ്കർ, താങ്കൾ അന്വേഷിച്ചു നോക്കൂ, എത്ര വർഷമാണ് നെഹ്റുജി ജയിലുകളിൽ കിടന്നത്? എത്ര വർഷമാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടിയത്? നെഹ്റുജിയുടെ കുടുംബം മുഴുവൻ, ഇന്ദിരാജി, യൗവനയുക്തിയായ ഇന്ദിരാജി എത്ര തവണയാണ്, കൊച്ചുകുട്ടിയായ ഇന്ദിരാജി എത്ര തവണയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്? പിന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുവെങ്കിൽ അത് അരുതാത്തതിനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറിക്കൊണ്ട് അതിന് ദുസൂചന നൽകുന്ന താങ്കളുടെ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം വിവാഹിതനായിട്ട് അവിവാഹിതനാണ് എന്ന് എന്തോ അല്ല ബിന്ദു, അതെന്താ പറഞ്ഞു വെച്ചാൽ നെഹ്റു ഭയങ്കര സുന്ദരനായിരുന്നു. MJ അക്ബറിന്റെ പുസ്തകം നെഹ്റുവിന്റെ ബയോഗ്രഫിയിൽ അദ്ദേഹം ദേവിക റാണിയായിട്ട് പ്രേമത്തിലാണെന്ന് എഴുതിയിട്ടുണ്ട്.
TGS ജോർജിന്റെ ബുക്കുണ്ട് നർഗീസിനെ പറ്റി. അതിൽ രാജ്ഭവനിൽ വെച്ച് ഇടക്കിടക്ക് മഹാരാഷ്ട്ര രാജ്ഭവനിൽ വെച്ച് കാണാറുണ്ടെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തെ പറ്റി വേറെ ദുരുദ്ദേശമൊന്നുമല്ല, അദ്ദേഹം ഒരു സുന്ദരനായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് എല്ലാവരും വലിയ പത്മജ നായിഡുവായിട്ട് പ്രേമത്തിലായിരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ വിജയ് നായരൊന്നുമല്ലോ കേട്ടോ, ഞാൻ കോട്ട് ചെയ്ത് കറക്റ്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, അതായത് ഞാൻ രശ്മിതയ്ക്ക് ഞാൻ തിരിച്ചു വരാം. അതായത് 9 മണി വരെയാണ് 9 മണിക്ക് രശ്മിത പോകുമെന്നതിനോട് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് രശ്മിതയ്ക്ക് പോകേണ്ട വേറൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് രശ്മിത ഒറ്റ വാചകത്തിൽ, അതായത് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള ആൾക്കാർ ലീഗിനെ വിമർശിക്കാൻ തയ്യാറല്ല. ഡോക്ടർ ഫസൽ ഗഫൂറിനെ നിശബ്ദനാക്കാൻ ശിവശങ്കറിന് വളരെ എളുപ്പത്തിൽ കഴിയുന്നു. ഇതൊക്കെ മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുള്ള ആള് തന്നെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അദ്ദേഹം വിമർശിക്കാൻ തയ്യാറല്ല, ഇങ്ങനെ ഒതുങ്ങി മാറുകയാണ്. അദ്ദേഹം AK ആന്റണിയുടെ ശിഷ്യനാണെന്ന് തോന്നുന്നു. ബാബരി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷമായി ജീവിക്കണം എന്ന് പറഞ്ഞതിനെ ശിരസ വഹിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം ശരിയാണ്, പൗരത്വ ഭേദഗതിയുടെ സമയത്ത് രശ്മിക തീവ്രവാദത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞല്ലോ, അവർ തീവ്രവാദത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ പോകണമെങ്കിൽ യുടെ ആയുധങ്ങൾ എന്നാണ്, അതായത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എന്ന ഉദ്ദേശം നിയമത്തിന്റെ രീതിയിൽ നിന്നാണ്. അത് ശ്രീ ശിവശങ്കരൻ തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് രഥയാത്രാ കാലത്ത് ലാൽകൃഷ്ണ അദ്വാനി സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്തൊക്കെയായിരുന്നു കയ്യിലുണ്ടായിരുന്ന പ്രതീകാത്മകമായി ഉടവാള്, അമ്പും വില്ലും, എന്തൊക്കെ പ്രാകൃതമായിട്ടുള്ള പൗരാണിക യുദ്ധങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ ആ സർവ്വ ആയുധങ്ങളും എടുത്തിട്ടാണ് ഈ ന്യൂക്ലിയർ ബോംബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. അദ്ദേഹം കൂടെ കൂട്ടിയ ഏറ്റവും അപകടകരമായിട്ടുള്ള മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആ ആയുധത്തിൽ ആളുകൾ കയറിപ്പിടിക്കുകയും അങ്ങനെ 2000-ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അമ്പും വില്ലും ഹൈഡ്രജൻ ബോംബിനേക്കാളും പ്രശ്നമാണ് ഈ മതരാഷ്ട്രവാദം എന്നുള്ള ഒരു കാര്യം കൂടി ആ രഥയാത്ര കാണിച്ചു കൊടുത്തു. ഇന്ന് 92 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഈ വാർദ്ധക്യം ഒരാളെയും വിശുദ്ധനാക്കില്ല, മരണം ഒരു ദുഷ്ടനെയും വിശുദ്ധനാക്കില്ല എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിന്റെ പേരിൽ പോലും നമുക്ക് അദ്ദേഹത്തിനോട് ക്ഷമിക്കുവാൻ കഴിയില്ല. ഇതേപോലെ പങ്കാളിത്തം ഉണ്ടായിരുന്ന പക്ഷെ അന്തരിച്ചു പോയ മറ്റൊരു വൃദ്ധനാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്നത്. ഈ കർസേവ നടക്കുന്ന ഈ പള്ളി പൊളിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ലക്നൌവിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്, നോക്കൂ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, അദ്ദേഹത്തിന് വളരെ അഖിലേന്ത്യാ പാർട്ടിയിലെ ഓ രാജഗോപാലായിട്ടാണ് കണക്കാക്കുന്നത്, വളരെയധികം സമാധാന പ്രേമിയായിട്ട്. അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു, നോക്കൂ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കല്ലും മുള്ളും കൂർത്ത പ്രതലങ്ങളും ഉള്ളിടം മതിയാകില്ല, അതിന് നമുക്കൊരു സ്ഥലം വേണം എന്ന് വളരെ വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ അതെ. രശ്മിത, വളരെയധികം നന്ദി. എനിക്ക് കൃഷ്ണദാസിന്റെ അടുത്തേക്ക് പോകണം. ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ BJPയെ പോരടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇൻവെർട്ടർ കൊമ മതനിരപേക്ഷ പാർട്ടികൾ വളരുന്നില്ല, അവർ ഉയരുന്നില്ല. CPM അല്ല, CPM ഒഴികെ പറഞ്ഞത്. പറഞ്ഞു മത ജാതി ഭാഷ അടിസ്ഥാനത്തിലുള്ള കുടുംബ സദസ്സുകളായ പാർട്ടികൾ എന്നാണ് ഞാൻ. അതേസമയം രമേശ് ചെന്നിത്തലയിൽ ഉത്തമമായ വിശ്വാസമുണ്ട് ഫസൽ ഗഫൂറിന്. കൃഷ്ണദാസ് വരുന്നു. ഇല്ലല്ലോ, NSSന്റെ ആളാന്ന് പറഞ്ഞത്. അതായത് ഞാൻ തുടക്കം മുതൽ തന്നെ ഈ ഡിബേറ്റിൽ എൻ്റെ വാദമുനകൾ ആവർത്തിച്ച് ഞാൻ ഒരറ്റത്തുനിന്ന് ആരംഭിച്ചു. അതെനിക്ക് അവസാനിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റാളുകളും വരുമ്പോൾ ഇടയ്ക്ക് നിർത്തൂ എന്ന് പിട്ടാസ് വരുമ്പോൾ ഞാൻ നിർത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൺക്ലൂഡിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ആ കൺക്ലൂഡിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലിബറൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് 2ാം UPAയിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊടുത്തിട്ട് ഒരു നടപടി എടുത്തില്ല. അവിടെ വെച്ചിട്ട് ഞാൻ നിർത്തി. ഇനി രണ്ടാമത് ഫസൽ ഗഫൂർ എൻ്റെ പ്രിയ സുഹൃത്തും മാന്യനുമായിട്ടുള്ള സുഹൃത്ത് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. രണ്ടാമത് ഏറ്റവും അവസാനത്തെ 2019 നവംബർ 8 സുപ്രീം കോടതി അയോധ്യ തർക്കം തീർപ്പാക്കി, ഫൈനലായിട്ട് അത് തീർപ്പാക്കി ഭരണഘടനാ ബെഞ്ച്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസം രാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് പൂജാരി വേഷത്തിൽ മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പൂജാരിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു.
മതനിരപേക്ഷ രാഷ്ട്രം മുഴുവൻ ലജ്ജിക്കുകയും അതിൽ വലിയ വലിയ തോതിൽ നീരസപ്പെടുകയും ചെയ്തു. ആ സമയത്ത് നെഹ്റുവിൻ്റെ പാരമ്പര്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു പോരുന്ന കോൺഗ്രസ് പാർട്ടി നെഹ്റുവിൻ്റെ പ്രപൗത്രി എന്നല്ലേ പ്രിയങ്ക ഗാന്ധിയെ പ്രൊനൗൺസ് ചെയ്യുക അല്ലേ ബിട്ടാസേ? പ്രപൗത്രി എന്നല്ലേ പറയാ? എനിക്ക് മലയാളത്തിൽ പ്രിയങ്ക ഗാന്ധി AICCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞെന്താണെന്നറിയോ? ഇതിൽ ഞങ്ങൾക്കും ഉണ്ട് പങ്ക്, ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് വേണം. വി ഹാവ് എ ഷെയർ. ഈ ഹിന്ദുത്വത്തിൽ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് കിട്ടണം, ആ ഓഹരി ഞങ്ങൾക്ക് കിട്ടണം. അതിന് ഞങ്ങളുടെ വക 20 വെള്ളി ഇഷ്ടിക. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. ഇത് തെറ്റാണെന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇന്ത്യ എങ്ങനെയുണ്ടായി? പരസ്പരം ഛിന്ന ഭിന്നമായി ഇന്ന് ഇന്ത്യ പാകിസ്ഥാനേക്കാളും കൂടുതൽ രൂക്ഷമായി പോരടിച്ചു കൊണ്ടിരുന്ന നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രം സ്ഫുടം ചെയ്തു വന്നത് ഹോമകുണ്ഡത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർന്നത് 150 കൊല്ലക്കാലം നീണ്ടുനിന്ന ഉദാത്തമായിട്ടുള്ള ദേശീയ വിമോചന പോരാട്ടത്തിലൂടെയാണ്. അങ്ങനെയാണ് ആധുനിക ഇന്ത്യ ഉണ്ടാകുന്നത്. ആ ആധുനിക ഇന്ത്യയുടെ അടിത്തറ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ? ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഫസൽ ഗഫൂറെ കേൾക്കണമങ്ങ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്രത്യേക ഇരിപ്പിടത്തിൽ മാത്രമേ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ജീവനോടുകൂടി ഇരിക്കാൻ പറ്റൂ. ആ ഇരിപ്പിടത്തിന്റെ പേര് മതനിരപേക്ഷത എന്നാണ്. ആരെങ്കിലും മതനിരപേക്ഷതയുടെ ഇരിപ്പിടത്തിൽ നിന്ന് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ ഇളക്കിയെടുത്താൽ, മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് കരക്കെടുത്താൽ പിടഞ്ഞു ചാവുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം പിടഞ്ഞു ചാവും. ആ മതനിരപേക്ഷതയാണ് ഈ കൺമുന്നിൽ തകർന്നു കിടക്കുന്നത് എന്ന് ഒരു മതന്യൂനപക്ഷ വിശ്വാസിക്ക് മാത്രമല്ല, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിന്റെ ജാജ്വല്യമാനമായ അതിന്റെ പാരമ്പര്യത്തിന്റെ അവശിഷ്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനപൂരിതമാണ്. ആ ഘട്ടത്തിലാണ് നമ്മുടെ കൺമുന്നിൽ അത് തകർന്നു കിടക്കുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇതിന്റെ കാരണക്കാർ എന്ന് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ഞാൻ വിമർശിക്കുകയല്ല. കോൺഗ്രസ് പാർട്ടി പട്ടേൽ പാരമ്പര്യത്തിൽ നിന്ന് നെഹ്റു പാരമ്പര്യത്തിലേക്ക് വരണം. ഈ RSSന്റെ തത്വശാസ്ത്രത്തെ ചാഞ്ചാട്ട നിലപാടെടുത്ത് ഞങ്ങളുടെ നാട്ടിൽ പറയും അവിടെ കണ്ണ് അവിടെ എവിടെയൊക്കെയോ തഴുകിയ പോലെ എന്നുള്ളത്. അങ്ങനത്തെ വഴുവഴുപ്പൻ നിലപാടല്ല ശ്രീമതി ബിന്ദു കൃഷ്ണ, എന്റെ പ്രിയ സഹോദരി, നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാവേണ്ടത്. നെഹ്റുവിന്റെ നിലപാടിലേക്ക് നിങ്ങൾ വരൂ, ചാഞ്ചാടരുത്. ഞങ്ങൾക്ക് വേണം ഇതിന്റെ ഓഹരി, ഈ മൃദു ഹിന്ദുത്വത്തിന്റെ ഓഹരി ഞങ്ങൾക്ക് തരൂ. അതിനിതാ 20 വെള്ളി ഇഷ്ടിക. ഇതെല്ലാം നിങ്ങൾ പറയേണ്ടിയിരുന്നത് നിങ്ങൾ നെഹ്റു പാരമ്പര്യത്തിൽ നിന്ന് ഇങ്ങനെ ജ്വലിച്ചുയർന്ന ആധുനിക ഇന്ത്യയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന RSSന്റെ ഈ നിലപാടിനെതിരെ ഉറച്ച നിലപാടുണ്ടാവണം കോൺഗ്രസ് പാർട്ടിക്ക്. ആ ഉറച്ച നിലപാട് കോൺഗ്രസ് പാർട്ടി എടുക്കാത്തതിന് എന്റെ ഖേദപൂർവമായിട്ടുള്ള വിമർശനമാണ്. ഞാൻ ശത്രുതയോട് കൂടിയല്ല കോൺഗ്രസ് പാർട്ടിക്ക് നേരെ ഈ വിമർശനം ഉന്നയിക്കുന്നത്. ഇങ്ങനെയേ ഇന്നത്തെ പ്രതിസന്ധിയിൽ നിന്ന് മതനിരപേക്ഷ ഇന്ത്യയെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ. അതിന് നിങ്ങൾക്ക് മുട്ടുകാരി വളയാതെ ഉറച്ചു നിന്ന് മതനിരപേക്ഷയുടെ മണ്ണിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമുണ്ടാവണം. തള്ളി പറയേണ്ടത് തള്ളി പറയണം, എതിർക്കേണ്ടത് എതിർക്കണം. അവിടെ ചാഞ്ചാടരുത്. ഞാൻ തുടക്കം മുതൽ സ്വീകരിക്കാനുള്ള ആർജവമുണ്ടോ അത് തിരുത്തണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട വിമർശനം. ഇത് കോൺഗ്രസ് പാർട്ടിയോട് ശത്രുതയോട് കൂടി പറയല്ല. വ്യക്തമായി ബിന്ദു കൃഷ്ണ എന്ന സഹോദരിയോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് കൃഷ്ണദാസ് ആ ഒരു ഉപദേശം വെക്കുന്നത്. പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ NN കൃഷ്ണദാസ്, അങ്ങ് ഇവിടെ വളരെ ആവേശപൂർവ്വം പറഞ്ഞൊരു പാരമ്പര്യമുണ്ടല്ലോ. ആ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണി എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാക്കി മാറ്റുന്നതിന് പങ്കുവഹിച്ചത് കോൺഗ്രസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ്. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച നേതാക്കന്മാർ, സഹപ്രവർത്തകർ എണ്ണമെടുത്ത് നോക്കൂ കോൺഗ്രസ്. ഇന്ത്യക്ക് ഇന്ത്യൻ മതേതരത്വം എന്ന വാക്ക് കൊണ്ടുവന്നത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് കോൺഗ്രസ്. ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചത് കോൺഗ്രസ്. നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് മഹത്തായ ഇന്ത്യ നിർമ്മിച്ചത് കോൺഗ്രസ്. ഏറ്റവും അവസാനം ഈ രാജ്യത്തെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, മതനിരപേക്ഷത എന്ന് പറയുന്നത് മതവിശ്വാസങ്ങളെ തച്ചു തകർക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ മത ആചാരങ്ങളെ തള്ളി പറയുക എന്നുള്ളതല്ല.
മറിച്ച് എല്ലാ മതവിശ്വാസികൾക്കും ഈ വിശ്വാസികൾക്കും അവരുടെ അനുഷ്ഠാനങ്ങൾ പിന്തുടരുവാനും വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും മതമില്ലാത്തവർക്ക്, ഇഷ്ടമല്ലാത്തവർക്ക്, നാസ്തികർക്ക് അതേ സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാവർക്കും ഒരേ പൗരന്മാരായി ഇന്ത്യയിൽ പെരുമാറാനുള്ള അവസരത്തെയാണ്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഷാജി വിശ്വസിച്ചോ? ഷാജി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ചെന്നെത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിസന്ധി, അതായത് സാധാരണ പൗരന്. ശ്രീ വിട്ടാസ്, ഒരു കാര്യം കൂടി, കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഷാജി കുറെ നേരമായി നിശബ്ദനായിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരും. ഷാജി, ഇതൊക്കെ താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ ഈ പറഞ്ഞതൊക്കെ കേൾക്കാൻ വളരെ രസമുണ്ട്, നല്ലതാണ്, ആവേശം കൊള്ളിക്കും. പക്ഷേ ഒരു ചോദ്യം മാത്രം എനിക്ക് ബാക്കിയുണ്ട്. ഇന്ന് വന്ന വിധിക്ക് തൊട്ട് മുൻപ് ടൈറ്റിൽ സ്യൂട്ടിന് ആർക്കാണ് അവകാശമെന്ന് പറഞ്ഞുകൊണ്ട് രാമജന്മഭൂമി ന്യാസിന് ഇത് വിട്ടുകൊടുത്തപ്പോൾ ആ വിധിയെ സ്വാഗതം ചെയ്യുകയല്ലാതെ ആ വിധിയിൽ ജൂറിസ്പ്രൂഡൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പോലും പറയാനായിട്ട് ഒരു കോൺഗ്രസ് നേതാവും മുന്നോട്ട് വന്ന് കണ്ടില്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ മതേതരത്വം, നിയമപ്രശ്നങ്ങളിൽ നിയമപ്രശ്നമുണ്ട് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കാതെ വരികയും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ പോലും അതിൽ സംശയം ഉളവാക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇന്നത്തെ വിധിയിൽ ഒരു കോൺസ്പിറസി ഇല്ലായിരുന്നു എന്ന് കോടതി പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ കേസിൽ അക്യൂസ്ഡ് ആയിരുന്ന മുൻനിര നേതാക്കൾ അവിടുത്തെ മോബിനെ ഇൻസൈറ്റ് ചെയ്തില്ല എന്ന് കോടതി പറയുമ്പോൾ, അതങ്ങനെയല്ല. അതിനും അപ്പുറമായ ചില കാര്യങ്ങൾ 991 ബാബറി മസ്ജിദിന് ചുറ്റുമുള്ള ചെറിയ അമ്പലങ്ങൾ VSPയും ബജറംഗ് ദളും വാങ്ങിച്ചു കൂട്ടിയപ്പോൾ അവിടെ മുതൽ അഡ്വാനിയുടെ പ്രസംഗം വരെ, ഉമാഭാരതിയുടെ മുദ്രാവാക്യം വിളി വരെ ഉണ്ടായിരുന്നതൊക്കെ ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിരുന്നു എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിൻ്റെ ആളുകളുടെ മുൻപിൽ പോലും പറയാനുള്ള ആർജവം മിച്ചം വയ്ക്കാതെയാണ് കോൺഗ്രസ് ഇന്ന് നിൽക്കുന്നത്. അവിടെയാണ് ദുഃഖകരമായ ഒരു സംഭവമായി നമ്മൾ പറയുന്നത്. കോടതികൾ തെറ്റ് ചെയ്തില്ല എന്നല്ല, കോടതികൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ നോൺ BJP ഗവൺമെൻറ്റുകൾ, നോൺ BJP പാർട്ടികൾ, പ്രത്യേകിച്ചിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് സാധിക്കുന്നില്ല. ആ നെഹ്റുവിയൻ ആർജവം കോൺഗ്രസിനെ കൈവിട്ടു പോകുന്നു. അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഫസൽ ഗഫൂർ, താങ്കൾക്ക് കോൺഗ്രസിലെ വിശ്വാസമാണെന്ന് പറഞ്ഞപ്പോൾ ഷാജി മുന്നോട്ട് വെച്ചിട്ടുള്ള വാദഗതികളോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? നമ്മുടെ സമയം അവസാനിക്കുകയാണ്, 2 മിനിറ്റ്. ഇല്ല, ഞാൻ സ്പീഡിൽ സംസാരിക്കുമല്ലോ, കുഴപ്പമില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കോൺഗ്രസിൽ എപ്പോഴും 2 ധാരയുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഞാൻ അതിന്റെ ധാര ആദ്യം തിലക്കൂട്ടട്ടെ പറഞ്ഞു തന്നു, അവസാനം YS രാജശേഖർ റെഡ്ഡി, രമേശ് ചെന്നിത്തല ചേർത്തു. ഇത് ഒരു വാസ്തവമാണ്. ഇന്ത്യയിലെ ഹിന്ദു പാർട്ടിയാണത്. CPM എന്ന് പറഞ്ഞിട്ടുള്ള സെക്കുലർ പാർട്ടിയാണ്. അല്ലേ, അതിന്റെ CPM സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അത് മതത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കുട്ടിക്കോ, അതവിടെ ഉണ്ടായി എന്നുള്ള. കോൺഗ്രസ് പാർട്ടി ആദ്യം തൊട്ടിട്ട് ഞാൻ ഗണപതി സഭയിലുള്ള ആരാ തുടങ്ങിയത്? തിലക്കല്ലേ? അത് ഇലക്കേക്കല്ല, അത് പോട്ടെ. അപ്പൊ ഞാൻ അല്ല, എന്നാലും പാർട്ടി ലെവലിൽ അത് അംഗീകരിക്കുന്നില്ലല്ലോ. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ആദ്യ കാലഘട്ടത്തിലുള്ള ജിന്ന ചോദിച്ച ഒരു ചോദ്യമല്ലേ ഗാന്ധിജി എടുത്ത്, വൈ ഡോണ്ട് യു കം ബോൾഡ്ലി ടു മീ ആസ് ഐ ആം കമ്മിങ് ടു യു ആസ് മുസ്ലിം, യു കം ടു മീ ആസ് എ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു ഡയലമയാണ് അവിടെ ഇഷ്യൂ നടക്കുന്നത്. കോൺഗ്രസിൽ ഞാൻ പറയാം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദൈവവിശ്വാസി അല്ലായിരുന്നു, നെഹ്റു ദൈവവിശ്വാസി അല്ലായിരുന്നു, പോട്ടെ ശ്യാമാപ്രസാദ് വീർ സവാസാർക്കർ ദൈവവിശ്വാസി അല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. CPM ആയിരുന്നു. നമ്മൾ CPM-നോട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം അവരെല്ലാം കൂടെ ഒരു ഭാഷയാണത്. അതിനൊരു ഘടനയില്ല, അതിനൊരു ഓർഗനൈസേഷണൽ ഇതില്ല. ഇപ്പൊ എത്ര 92 സെക്രട്ടറിമാരോ അങ്ങനെയൊക്കെയല്ലേ? അപ്പോ ആ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിമാരെ YS രാജശേഖർ റെഡ്ഡി, ഈവൻ നമ്മുടെ ദിഗ്വിജയ് സിംഗ്, ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിയണമെന്നാണ് ഞാൻ പറയുന്നത്. മമതാ ബാനർജി ഉള്ള നല്ലോണം അറിയുന്ന ഒരു കാര്യമാണ്. താങ്കളുടെ പ്രതീക്ഷയൊക്കെ ഇന്ന പാർട്ടികളിലാണ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ താങ്കളുടെ തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വരുമോ? ഇനി എന്താണ് ഒരു വഴി? പുനഃപരിശോധിക്കാൻ പകരം ആരാണ് ഉള്ളത്? അല്ല, ഞാൻ ഈ കോടതി വിധിയുടെ പശ്ചാത്തലം ചോദിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മുമ്പിലുള്ള വഴി ഏതാണ്? ഈ കോടതി വിധി തിരുത്തപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
മേൽക്കോടതിയിലേക്ക് പോയാൽ? ഹൈക്കോടതിയിലേക്ക് പോയാൽ തിരുത്തപ്പെടുവോ? സുപ്രീം കോടതിയിലേക്ക് പോയാൽ തിരുത്തപ്പെടുവോ? അങ്ങനെ പോകണമെന്ന് പറയാനുള്ള ആർജവം വേണ്ടേ? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ട് തീർച്ചയായും ഉണ്ട്. ആർജവം ഇല്ല എന്ന് ശ്രീ ഷാജി ജോസഫ് നിരീക്ഷണം തെറ്റാണ്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല വളരെ കൃത്യമായി കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കന്മാര് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് ഒന്നും കേൾക്കില്ല എന്ന് ശാഠ്യം പിടിച്ചാൽ താങ്കളെ തിരുത്താൻ ഞാൻ കോൺഗ്രസ് പറയുന്നതും കൂടി കേൾക്കണം. കൃഷ്ണദാസ്, അതായത് ഈ വിധി തിരുത്തപ്പെടുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജുഡീഷ്യറി, അന്വേഷണ ഏജൻസികൾ ഇതെല്ലാം കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവസാനം ഒറ്റ വാചകം എനിക്ക് അവസാനമായിട്ട് പറയാനുണ്ട്. ഈ CBIയെ ഘടകകക്ഷിയാക്കി ഈ കേരളത്തിലെ BJPയോട് കൂട്ടുചേർന്ന് അധികാരം പിടിക്കാനുള്ള നെറികെട്ട കളികളാണ് കേരളത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തൂ. എന്നിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വരൂ എന്നതാണ് എനിക്ക് അവസാനം കൃഷിയോട്, എന്റെ പ്രിയ സഹോദരിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവസാനമായിട്ട് CBIയെയാണ് നിങ്ങൾ കൂട്ടുപിടിക്കുന്നത്. UDFന്റെ പ്രധാന ഘടകകക്ഷിയായിട്ട് നിങ്ങൾ CBIയെ കൊണ്ടുവരുന്നു. BJPയുമായി നിങ്ങൾ ധാരണ ഉണ്ടാക്കുന്നു. നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത BJPയെ താങ്കളുടെ പാർട്ടിക്കാണ് 77-ൽ കൂത്തുപറമ്പിൽ മത്സരിച്ച പിണറായി വിജയന് ആരാണ് സഹായം ചെയ്തത്? പുതുമയിൽ മത്സരിച്ച KG മാരാർക്ക് ആരാണ് സഹായം ചെയ്തത്? EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഹർകിഷൻ സിംഗ്, സുർജിത്തും അടക്കം, അദാനി അടക്കം അവിടെ ഡൽഹിയിൽ വിരുന്നുണ്ടത് എങ്ങനെയാണ്? മറന്നുപോയോ? ഈ CBIയെ ഘടകകക്ഷിയാക്കിയിട്ടല്ലേ നിങ്ങൾ BJPയുമായിട്ട് അന്തർധാരയല്ല അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? തയ്യാറുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. ഈ CBIയെയും BJPയെയും തള്ളി പറയുമോ കോൺഗ്രസ്? നമ്മുടെ ചർച്ച സമാപിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത NN കൃഷ്ണദാസ്, എൻ്റെ സഹോദരി ബിന്ദു കൃഷ്ണ, PR ശിവശങ്കർ, രശ്മിത, ഷാജി, അതുപോലെ ഡോക്ടർ ഫസൽ ഗഫൂർ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.